بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقربوا الزنا إنه كان فاحشة وساء سبيلا صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين إياكم والزنا فإن فيه 6 خصال 3 في الدنيا و3 في الآخرة فأما التي في الدنيا فذهاب البهاء ودوام الفقر وقصر العمر وأما التي في الآخرة فسخط الله تعالى وسوء الحساب والخلود في النار صدق شفيعنا رسول الله صلى الله عليه وسلم أزكى الصلاة مع السلام المنتشر ما لاح نجم والدياجي تعتكر تترى على خير البنين من مضر من بين رسل الله واسيط الدرر بحر العطايا المصطفى العالي القدر أهل الشفاعة خير من جاء بالزبر ركن الهدى وابل الندى وهو البدر بتمامه ولنوره استحيا القمر يا رب صل على النبي محمد منجي الخلائق من جهنم في غدي ബഹുന്യരായ ഉസ്താദുമാരെ, ഉലമാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിൽ വിശ്വാസി സമൂഹം പൂർണ്ണമായും വർജിക്കേണ്ട ദുസ്വഭാവങ്ങളാണ് എന്ന അർത്ഥത്തിൽ നമ്മിൽ ഓരോരുത്തരും അല്ലാഹു തആല പടച്ചുവച്ച ഷഹ്വത്ത് എന്ന് പറയുന്ന ഖുവത്ത്, അതിനെ നല്ല അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ പരിശുദ്ധിയും പതിവൃത്തതയും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി വളരെ ഘനപ്പെട്ട ഒരു ഉപദേശമാണ് സൂറത്തുൽ ഇസ്രായിൽ നിന്ന് ഇന്ന് നാം പഠിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഈ കാലത്ത്
ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന ഒരു വിഷയം ഇന്ന് നാം സംസാരിക്കുന്ന പരിധി വിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യവികാരം, മനുഷ്യനെ യഥാർത്ഥ മനുഷ്യമുഖത്തിൽ നിന്ന് മാറ്റി മൃഗത്തെപ്പോലും തോൽപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു ദുസ്വഭാവം കാട് കയറിക്കൊണ്ടിരിക്കും. അതിലേക്ക് നയിക്കുന്ന വിഷയങ്ങൾ മുഴുവനും ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനുമാണ് പരിശുദ്ധ ഖുർആനിലെ ഈ വചനം നമ്മെ ഉപദേശിക്കുന്നത്. അള്ളാഹുവെ ബഹുമാനിക്കാനും അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് സ്നേഹം കാണിക്കാനും കഴിഞ്ഞ ദിവസം ഉണർത്തിയതോടൊപ്പം അതിനോടനുബന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മിൽ ഓരോരുത്തരിലും അല്ലാഹു തആല നൽകിയ രണ്ട് സ്വഭാവങ്ങൾ. ഒന്ന് വഴിവിട്ട വികാരം. ചില ഭാഗങ്ങളിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ ലിമ്മത്തു ശൈത്വാൻ, ശൈത്താന്റെ സ്വാധീനം കാരണം ആ ഒരു ഭാഗത്തിന് കൂടുതൽ ശക്തി വരികയും അവന്റെ യഥാർത്ഥ പരിശുദ്ധിയും സംസ്കാരവും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതിനെ തടഞ്ഞു നിർത്താൻ കഴിവുള്ള ആളുകൾ എല്ലാ അർത്ഥത്തിലും വിജയിച്ചവരാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം വാഗ്ദാനം ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ്. മൻ യൽമൻ ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന. രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള ഒരവയവവും രണ്ട് കാലുകൾക്കിടയിലുള്ള ഒരവയവത്തിനും പരിക്കേൽപ്പിക്കുകയില്ല എന്നാരെങ്കിലും എനിക്ക് ജാമ്യം നിന്നാൽ, ഉത്തരവാദികളായാൽ, ഞാൻ അവന് സ്വർഗത്തിന് ജാമ്യം നിൽക്കുന്നു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ഈ രണ്ട് വിഷയങ്ങളും പരസ്പരം വലിയ ബന്ധം പുലർത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഈ അധ്യാപനത്തിൽ നിന്ന്, ഈ സൂക്തത്തിൽ നിന്ന് നമുക്കത് പ്രത്യേകം മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്ന വിഷയം വേശ്യാവൃത്തി നടത്തരുത് എന്നല്ല, അതിലപ്പുറം അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കണമെന്നാണ്. വളരെ ശക്തമായ ഭാഷയിലാണ്, നല്ലോണം സൂക്ഷ്മത പാലിക്കാനാണ് അല്ലാഹു തആല അങ്ങനെ നിർദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ലാ തഖ്റബു എന്നുള്ള ഈ ഭാഷയെപ്പറ്റി, ഈ ഒരു വാചകത്തെപ്പറ്റി ഖുർആൻ പണ്ഡിതന്മാർ കൂടുതൽ വിസ്തരിച്ചിട്ടുണ്ട്. ഒരു പ്രവൃത്തിയിൽ നിന്ന് പാടെ വിട്ടുനിൽക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത്. ശേഷം അതിൻ്റെ ദൂഷ്യവശങ്ങൾ ഈ ആയത്തിലൂടെ രണ്ട് കാരണങ്ങളും ഇതേ വിഷയം തന്നെ മറ്റൊരു സ്ഥലത്ത് പഠിപ്പിച്ചപ്പോൾ ഇവിടെ പറയാത്തൊരു കാരണവും അവിടെ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ
വേശ്യാവൃത്തി ഏറ്റവും ദുഷിച്ച ഒരേർപ്പാടാണെന്ന് ബുദ്ധിയുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലാക്കും. ആ കാര്യത്തിൻ്റെ നന്മയും തിന്മയും വിലയിരുത്തുന്ന ആളുകൾ, ബുദ്ധിമാന്മാർ ഒരിക്കലും ഒരു വിധേനയും അതിന് പ്രോത്സാഹനം നൽകുകയോ സമ്മതം നൽകുകയോ ചെയ്യുകയില്ല. അങ്ങനെയാകുമ്പോൾ നമ്മുടെ രാജ്യത്തടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വേശ്യാവൃത്തിക്ക് വേണ്ടി ലൈസൻസ് ഉള്ള ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു എന്നത് മനുഷ്യന്റെ ബുദ്ധിശൂന്യതയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഏറ്റവും ബുദ്ധി കുറഞ്ഞ നീചവൃത്തിയാണ്, നീചവേലയാണ് വേശ്യാവൃത്തി എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ധാരാളം ഖുർആൻ മുഫസ്സിറുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വലാ തഖ്റബുസ് സിന, വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കരുത് എന്ന ആ ഒരു പ്രയോഗത്തെ നമ്മൾ പഠിക്കുമ്പോൾ അതിലേക്ക് നയിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. അതിലേക്ക് നയിക്കുന്ന മുഖവുരകൾ, അത് ദർശനവും സ്പർശനവും സംസാരവും സമ്പർക്കവും എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു നോട്ടം നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞാൽ നോക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം കിട്ടിയിട്ടും നിഷിദ്ധമായ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക്, രൂപഭാവങ്ങളിലേക്ക് നോക്കാതെ കണ്ണിനെ മാറ്റി നിർത്തുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, ഹലാവത്തുൽ ഈമാൻ അവന്റെ ഖൽബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഹദീസിലുണ്ട്. എന്നു മാത്രമല്ല, ആരാധനയുടെ ലദ്ദത്ത്, ആനന്ദം അനുഭവിക്കാൻ അവന് കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖദ്ദിമയാണ്, മുഖവുരയാണ് നോട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം അതിന് വലിയ ഒരു നിയമം തന്നെ വെച്ചത്. സിനയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നോട്ടം. അന്നളുറു സഹ്മുൻ മസ്മൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ വിഷലിപ്തമായ അസ്ത്രങ്ങളിൽ നിന്നൊരു അസ്ത്രമാണ് നോട്ടം. ആ ഒരു ഒറ്റ നോട്ടത്തിലൂടെ ഒരു മനുഷ്യന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള അവരുടെ മനസ്സ്, അവരുടെ വികാര വിചാരങ്ങൾ കൈമാറുന്ന വിഷയം നടക്കും. അതുകൊണ്ടാണ് വിവാഹം ചെയ്യാൻ നിശ്ചയിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച വ്യക്തി ആദ്യം ഒന്ന് പോയി കാണൽ സുന്നത്തുണ്ടെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. പക്ഷെ അവിടെയും ഇസ്ലാം പരിധിയും പരിമിതിയും വെച്ചിട്ടുണ്ട്. ഓൾറെഡി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കാണാനല്ല വിശുദ്ധമായ ദീൻ നമ്മളോട് പറയുന്നത്. ആണിനും പെണ്ണിനും കാണേണ്ട ഭാഗങ്ങൾ ഒന്നു തന്നെയാണ്. രണ്ടുപേരുടെയും ശരീരത്തിൽ നിന്ന് മുഖവും അവരുടെ കൈയിന്റെ കഫ്, ഉള്ളിന്റെ ഉൾഭാഗവും പുറംഭാഗവും, അതാണ് കാണാൻ അനുവദനീയമായത്. അതിലപ്പുറമുള്ളൊരു മേഖലയിലേക്ക് കാണൽ അനുവദിക്കപ്പെട്ടിട്ടില്ല. അത് തന്നെ കാണാൻ ഇസ്ലാം അനുവാദ്യം നൽകിയ ആളുകൾക്ക് മാത്രം. കാണാൻ പോകുന്ന പെണ്ണ്, കാണാൻ പോകുന്ന വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ ഉപ്പയല്ല ആ പെണ്ണിനെ പോയി കാണേണ്ടത്. അയാളുടെ ജ്യേഷ്ഠനും അനുജനും അല്ല. പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകാൻ സ്ത്രീകൾക്ക് പോകാവുന്നതാണ്. ദീൻ അത് അനുവദിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു കാഴ്ചയിൽ സൗന്ദര്യവും ആ പെണ്ണിന്റെ ശരീരവും ഇവന്റെ ശരീരവും ഇണങ്ങുന്ന ഭാവങ്ങളൊക്കെ ബോധ്യമായിട്ടുണ്ട്. ജീവിക്കാനുള്ള വികാര വിചാരങ്ങൾ കൈമാറാനുള്ള ഒരവസ്ഥക്ക് ആ ഒരു നോട്ടം ഏറെ മതിയാകും. ബാക്കിയുള്ള കാര്യങ്ങളും വിഷയങ്ങളൊക്കെ നോക്കാൻ സഹോദരിമാർക്ക് പോകാം.
കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പോയി പെണ്ണ് കണ്ടുവരുന്ന പതിവ് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ആരാ കല്യാണം കഴിക്കണം? എല്ലാവരും ഒരുവരിക്കൊരു പെണ്ണിനെ കെട്ടുക. ഒരാളാ കല്യാണം കഴിക്കുന്നത്, അയാൾക്ക് തന്നെ ഇസ്ലാം അനുവദിച്ച ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാവുന്നതാണ്, ഒന്നിലധികം പ്രാവശ്യം കാണാവുന്നതാണ്. ആവർത്തിച്ചു നോക്കുന്നതിന് പ്രശ്നമില്ല. ഇന്നൊന്ന് കണ്ടു, നാളെ മറ്റന്നാൾ പിന്നെയും പോയി കണ്ടു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനി ഒരാളും കൂടി വരാനുണ്ട്. അതാരാ? ഈ കുട്ടിയുടെ അമ്മോൻ വരാണ്ട്. അമ്മോനും കൂടി പറ്റിയെങ്ങനെ നടക്കുകയുള്ളൂ. ആ പറ്റൽ നിങ്ങൾ കുടുംബപരമായി പറ്റുമോ ഇല്ലേ നോക്കിയാൽ മതി, അന്വേഷണത്തിലൂടെ നോക്കിയാൽ മതി. ദർശനം അനുവദിക്കപ്പെട്ടവർക്ക് മാത്രം. ഞാനിത് പ്രത്യേകം പറയുന്നത്, നിയമത്തിന്റെ ഒരു മറുവശം കടക്കരുത് നമ്മളാരും. മുമ്പ് കല്യാണം നടന്നൊരു സ്ഥലത്ത്, അങ്ങനെ അനുഭവങ്ങളൊക്കെ എഴുതിയ കൂട്ടത്തിൽ ഒരാളുണ്ട്. അയാൾ അതോടുകൂടി ആ തൊഴിൽ നിർത്തി. അയാൾ ഫോട്ടോഗ്രാഫറായിരുന്നു. കല്യാണം നടന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് പുതുപെണ്ണിന്റെ കല്യാണപ്പെണ്ണിന്റെ മനസ്സിൽ പുതുമാരനേക്കാളും കൂടുതൽ ഭംഗിയും സൗന്ദര്യവും ആകർഷണീയവും ഫോട്ടോഗ്രാഫർക്കാണ് നൽകിയത്. അയാളെ വേണമെന്ന ആവശ്യമാണ് ഇവിടെ മനസ്സിൽ. ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ? രണ്ടാളും ഒരുമിച്ചിരുന്നിട്ടുണ്ടോ? ഇല്ല. സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് വീട് മുടുക്കയും പെർമിഷനാണ്, ആർക്കൊരു വിഷയമില്ല, നിയമങ്ങൾക്ക് ബന്ധമല്ല. ഇനി ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ വീട്ടിൽ അങ്ങനെ വല്ല തെറ്റോ കാര്യങ്ങളോ കണ്ടാൽ അത് പറയാൻ നമ്മളൊക്കെ ഉണ്ടാകും. നമുക്കിത് ബാധകാണ്, ഉസ്താദും ബാധക, അല്ലാത്തവരും ബാധകാണ്. ഈ നിയമത്തില് എല്ലാവർക്കും തുല്യ നിയമമാണ് ഇസ്ലാമിന്. എന്താ മാറ്റപ്പെടല്? ആ പെണ്ണിനെ ഒഴിവാക്കേണ്ടി വന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിന്നെ എനിക്ക് വേണ്ട, കാരണം എനിക്ക് ഒരു പെണ്ണും 2-3 കുട്ടികളുണ്ട്, നിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ ആള് പറഞ്ഞു, ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ആഗ്രഹിച്ചു, എന്ത് ചെയ്യാനാണ്? ഇവിടെയാണ് നമ്മൾ നോട്ടത്തിന്റെ വിഷയം മനസ്സിലാക്കേണ്ടത്. ആ വീട് മുഴുവനും ചുറ്റി നടന്ന് ഒപ്പിയെടുത്ത ആ ചെറുപ്പക്കാരൻ മതി ഈ പെണ്ണിന്. ഇത് നടന്നൊരു സംഭവമാണ്. മറ്റേയാളൊരു മാസം കഴിഞ്ഞ് കാലാവധി കഴിഞ്ഞപ്പോൾ അയാൾ വിദേശത്തേക്ക് പോയി. പിന്നെ ഇവിടെ നടക്കുന്ന പൊല്ലാപ്പും പിന്നെ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ കൊണ്ട് ആകെ കുടുങ്ങി. ഒരു ദിവസത്തെ ചുരുങ്ങിയ നേരത്തെയുള്ളൊരു നോട്ടം, അതുകൊണ്ട് ആ സഹോദരന്റെ മനസ്സൊക്കെ മാറും. പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട്. ഞാൻ അവിടെ പറഞ്ഞു വെച്ച വിഷയം മറക്കരുത്. ആവശ്യം പോലെ ഇഷ്ടം പോലെ ആളുകൾ നോക്കിക്കണ്ടുവരുന്ന ഒരു സമ്പ്രദായമല്ല നിക്കാഹ് എന്ന് പറയുന്നത്. വിവാഹം അത് അള്ളാഹുവിന്റെ അടുക്കൽ പൊരുത്തപ്പെട്ടതാകണമെങ്കിൽ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടത്, ക്ഷമ പാലിക്കേണ്ടത്, സുഹുദ് സ്വീകരിക്കേണ്ടത്, ഖനാഅത്ത് സ്വീകരിക്കേണ്ടത് ഈ കാലഘട്ടത്തിലാണ്. ഇത്ര വിഷമം പിടിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. അതിൽ ഏതെങ്കിലും ഒരാളെ ഈ വിഷയത്തിന് ക്ഷണിച്ചിട്ടില്ലെങ്കിൽ കുടുംബം മടങ്ങി. പെണ്ണ് കാണാൻ പോകുമ്പോ എന്നെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചെന്നില്ല എന്നുള്ള വിഷയം, ആൾക്ക് കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ള വിഷയമൊന്നുമില്ല. അവരൊക്കെ പോയി കണ്ടപ്പോ എനിക്കൊന്ന് കാണണ്ടേ, ഏതെൾക്ക് അത് പറ്റൂല്ല. ആ നോട്ടൊക്കെ പിന്നെ ഞാനും കൂടി ഒന്ന് കാണണ്ടേ അല്ല, എന്നോട് അഭിപ്രായം ചോദിച്ചില്ല, എന്നെ ഒന്ന് കൊണ്ടുപോയില്ല കാണാന്. എല്ലാവരും പോയി നോക്കി കണ്ടു വന്നിട്ട് ഉറക്കേണ്ടതാ. അതിനല്ലേ എളുപ്പമാർഗം പറഞ്ഞത്. ആ സഹോദരിമാര് പോയി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്ന് സംസാരിച്ചാൽ എല്ലാ വിഷയങ്ങളും അവർക്കറിയും. അവരാ കുട്ടിയുടെ കൂടെ ഒന്ന് ഇരുന്ന് ഒന്ന് സംസാരിച്ച് ഒന്ന് വീട്ടിലേക്കൊന്ന് നടന്ന് വർത്തമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോഴേക്ക് എല്ലാ വിഷയങ്ങളും അവർക്കറിയും. ചിരിയുണ്ട്, കളിയുണ്ട്, സംസാരമുണ്ട്, പല്ല് ഇത്രയുണ്ട്, കുഴപ്പമൊന്നുമില്ല, മുടിയുണ്ട്, നടത്തത്തിന് യാതൊരു വൈകല്യമില്ല, ഒക്കെ റെഡിയാണ്, ഭക്ഷണം കഴിക്കാനും തടസ്സമില്ല, ഞങ്ങളെ കൂടെ കഴിച്ചിട്ടുണ്ട്, എല്ലാം അവർക്കറിയും. പോരെ? ഇതിലപ്പുറം എന്തിനാ സഹോദരങ്ങളെ? ഒന്ന് പെണ്ണ് പോയി കാണാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിർദ്ദേശിച്ചത് ആ സ്വഹാബത്തിനോട്, ഞാൻ ഇന്ന ആളെ മോളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. തങ്ങൾ ചോദിച്ചു, നിങ്ങൾ കണ്ടോ? കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ആ പെണ്ണിന്റെ ഉപ്പയുമായിട്ട് പറഞ്ഞു ഉറച്ചു, അയാൾക്ക് എന്നെയും എനിക്കാളെ കുടുംബവും പറ്റി. പെണ്ണിനെ കണ്ടോ? കണ്ടിട്ടില്ല. എന്നാ നിങ്ങളൊന്ന് പോയി നോക്കി വരണം. തങ്ങൾ പറഞ്ഞയച്ചത്. ആ സുന്നത്താണ് യഥാവിധി നമ്മൾ നിലനിർത്തുന്നത്. അതിനാണ് ആദ്യം പോകേണ്ടത്. ക്യാഷ് വാങ്ങുന്ന ചില ആളുകളുണ്ട്, അവരാദ്യം നിങ്ങൾക്ക് നിശ്ചയിച്ച പെണ്ണിനെയാണോ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നുള്ള ആൾക്കാർ പോയി നോട്ടുണ്ട്, അതും പറ്റൂല. അങ്ങനെ കുറെ ഏർപ്പാടുള്ള ആൾക്കാരുണ്ട്. അവരെന്ത് മനസ്സിലാക്കിയാലും കുഴപ്പമില്ല.
അവർക്ക് ഈ സംഗതി ശരിയായി കൊടുത്തില്ല, നിങ്ങൾ എന്തോ കൊടുത്തില്ലേ എന്നല്ല, നോട്ടത്തിന്റെ വിഷയം അവർക്കും ബാധകമാണ്. നമ്മളെല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണം. നോട്ടം ഇതിന്റെ ഒരു മുഖദ്ദിമയാണ്. ഈ ഒരു വിഷയത്തിന്റെ വേശ്യാവൃത്തിയുടെ വിഷയത്തിലേക്ക് കടക്കുന്നത്, സംസാരം ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംസാരത്തിന്റെ വിഷയത്തിൽ എത്ര ആളുകൾ വഴിമാറിപ്പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോടാണ് അല്ലാഹു തആല നിർദ്ദേശിച്ചത്. പക്ഷേ എല്ലാ ഉമ്മമാർക്കും സഹോദരിമാർക്കും അത് ബാധകമാണ്. എന്തെങ്കിലും അനിവാര്യ ഘട്ടങ്ങളിൽ സംസാരിക്കേണ്ടി വന്നാൽ വലാ തഖ്ലഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ വീടിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ആളുകളോട്, എന്തെങ്കിലുമൊക്കെ വിഷയം ചോദിക്കാൻ വരുന്നവരോട് അല്ലാഹു തആല നിർദ്ദേശിച്ചു, ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നിങ്ങൾ അവരോട് കാര്യങ്ങൾ ചോദിക്കാൻ പോകുമ്പോ അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ മാതാക്കളാണ്, എന്നാലും സൂക്ഷ്മത പാലിക്കണം. മറക്കപ്പുറത്ത്, ഹിജാബിന്റെ അപ്പുറത്ത് വെച്ച് ചോദിക്കണം. ഉത്തരം കിട്ടിയിട്ട് അതുകൊണ്ട് പോകണം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ താമസിക്കുന്ന ആ ഒരു റൂം പിന്നെ ഈ ഭാഗത്ത് ഒരു അര റൂമായി മാറി. ഒരു ഭാഗത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കിടക്കും. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹും കിടക്കും. ആ റൂമിന്റെ ഒരു ചെറിയ ഭാഗത്ത് വന്ന് ആളുകള് സംശയങ്ങൾ ചോദിക്കുന്നു, മസ്അല ചോദിക്കുന്നു, ഹദീസ് ചോദിക്കുന്നു, തഫ്സീർ ചോദിക്കുന്നു. അവിടെ വെച്ച് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് മറുപടിയും കാണാൻ പറ്റിയ ആളുകൾ മാത്രം അകത്തേക്ക് പ്രവേശിക്കും. അത് അന്നും അങ്ങനെ തന്നെയാണ്, തങ്ങളെ വഫാത്തിന് ശേഷവും അങ്ങനെ തന്നെയായിരുന്നു, മാറ്റല്ല. അവരോട് അല്ലാഹു തആല പറഞ്ഞു, വലാ തഖ്ലഅന ബിൽ ഖൗൽ. ആരെങ്കിലും സംസാരിക്കാൻ വേണ്ടി വന്നാൽ നിങ്ങൾ സംസാരത്തിൽ മയം സ്വീകരിക്കരുത്. നിങ്ങൾ സംസാരത്തിൽ ലാഘവത്തോടെ, എളിമത്തരത്തോടെ, വിനയത്തോടെ, ആ കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരം അത് സ്വീകരിക്കരുത്. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ. കണ്ടാ, പെട്ടുപോകും. കൽബിൽ രോഗമുള്ള ആള് ആശിച്ചു പോകും. മാനസിക രോഗം, മറ്റേ രോഗമുള്ള ആള് സംസാരം തന്നെ എങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കി എങ്ങനെയെന്ന് അയാൾ വിലയിരുത്തി പോകും. വഖുൽന ഖൗലൻ മഅറൂഫാ. പറയാനുള്ളത് മാത്രം നേരെ ചൊവ്വേ പറഞ്ഞേക്കും. അങ്ങനെയുള്ള കോളുകളെ പേരിൽ സ്വന്തം ഭർത്താക്കന്മാരെ കാമുകന്മാരുമായി ചേർന്ന് ഒരുമിച്ച് കൊന്നുകളഞ്ഞവർ എത്ര പേരുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് സംസാരിച്ചു. ഫോൺ ഭർത്താവിൻ്റെതാണ്. ഭർത്താവ് അപ്പുറത്തെന്തോ ഒരു ഷോയിലാണ്. ഭാര്യ ഫോൺ എടുത്തു. അയാളെ ചോദിച്ചു, ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, അയാൾ പുറത്താണ്, പിന്നെ വിളിച്ചോളി. ഈ വിളിച്ച ആള് ഈ സംസാരം കേട്ടപ്പോ, നിങ്ങളാരാ? ഞാൻ മൂപ്പര ഭാര്യ. ഞാൻ മൂപ്പര കൂട്ടുകാരാണ്. മറ്റേ ആള്, നിങ്ങൾക്ക് എന്താ പണി? എവിടെ നിങ്ങളെ നാട്? ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമല്ല. വിശദമായി ചോദിച്ചപ്പോൾ അതേ ടൈം നോക്കി രണ്ടാമത്തെ ദിവസം അയാൾ വിളിച്ചു, മൂന്നാമത്തെ ദിവസവും വിളിച്ചു. ഈ സംസാരം ഒരാഴ്ച തുടർന്നപ്പോൾ ഇങ്ങനെ സംസാരിച്ചാൽ പോരെ, നേർക്ക് നേരെ സംസാരിക്കണമെന്നായി. രണ്ടുപേർക്കും മക്കളുണ്ട്. മക്കളേതെങ്കിലുമൊക്കെ ആലയങ്ങളിൽ ചേർക്കാം. അവിടെയുള്ള ഭാര്യയെ നിങ്ങളും കൊല്ലണം, ഇവിടെയുള്ള ഭർത്താവിനെ ഞാനും കൊല്ല. ഇനി നമുക്ക് ഒരുമിച്ച് കഴിയാം. വില്ലനായി വർത്തിച്ചാള് ആ ഒരു കോളുകൾ, ആ ഒരു സംസാരങ്ങൾ മാത്രമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ജ്യേഷ്ഠാനുജന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു, നിശ്ചയിച്ചു, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, നിശ്ചയിച്ചു. നിശ്ചയം കഴിയുമ്പോഴേക്ക് പെണ്ണായി മാറൂല കേട്ടോ, ഭാര്യയായി മാറൂല. എല്ലാ ദിക്റൽക്കും സ്വലാത്തിനും സൽക്കാരത്തിനും പിന്നെ അപ്പുറത്ത് ഏതെങ്കിലും പരിപാടി ഇല്ലാത്ത പരിപാടി ഉണ്ടാക്കിയിട്ടും കൊണ്ടാകാനൊന്നും പെർമിറ്റ് ആയിട്ടില്ല. പിന്നെ നിക്കാഹ് കഴിയണം. അതൊക്കെ നമ്മൾ ഓരോരുത്തരും ഓരോ നാട്ടിൽ ഉണ്ടാക്കി തീർക്കുന്ന നിയമങ്ങളെ കൊണ്ട് ആ നാട്ടിൽ മൊത്തം അങ്ങനെ പകർത്തുന്നതിൽ ആരാണോ ആ നാട്ടിൽ ആദ്യം പിന്നെ വയ്യാവേലി തുടങ്ങി വെച്ചത് അയാൾ ഏൽക്കേണ്ടി വരും. ബാക്കിയൊക്കെ അവിടുന്ന് അങ്ങനെ കൊണ്ടുപോയിക്കണല്ലോ, എന്താ അവിടുന്ന് കൊണ്ടുപോയാലും മറ്റൊടുന്ന് കൊണ്ടുപോയിക്കണല്ലോ, അതാ പിന്നെ തെളിവുണ്ടാകുക. ദീനിൽ എങ്ങനെ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല പിന്നെ നോട്ടുണ്ടാകുക. അങ്ങനത്തെ ഒരു പ്രവൃത്തിക്കും അനുവദിക്കാൻ പറ്റില്ല. ഇപ്പൊ സംഗതി കഴിഞ്ഞിട്ടില്ല, നിശ്ചയമായിട്ടുള്ളൂ. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ പറയണം, വിഷയങ്ങൾ ഏൽപ്പിക്കണം. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അഭിവന്യരായ ശൈഖുനാ ഉസ്താദ് അവറുകൾ,
ഈ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ സദസ്സിലെത്തി. അള്ളാഹു അവർക്കും നമ്മുടെ മുഴുവൻ ഉസ്താദുമാർ, സാദാത്തുക്കൾ, ഉലമാക്കൾ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാലം അവരുടെ തണലിലായി വിശുദ്ധ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ എല്ലാവർക്കും, നമ്മുടെ ഉലമാക്കൾ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അന്നേരായ ഉസ്താദ് അവർകൾ തിരക്കുകൾക്കിടയിലാണ് ഇവിടെ എത്തിയത്. ഞാൻ പറഞ്ഞ വിഷയം ഒരു ചെറിയ വഖഫിലെത്തിച്ച് ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവർകൾ നമുക്ക് വേണ്ട നസീഹത്തും ഉപദേശങ്ങളും പ്രാർത്ഥനയൊക്കെ നിർവഹിച്ചു തരും. പരിശുദ്ധ ഖുർആനിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നിടത്ത് വലിയ സൂക്ഷ്മത പുലർത്താനാണ് അല്ലാഹു തആല നമ്മളോട് അങ്ങനെ പഠിപ്പിച്ചത്. വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. നിങ്ങൾ ആ വിഷയത്തോട് സമീപിക്കരുത്, അടുക്കരുത്. വളരെയധികം സൂക്ഷ്മത പാലിക്കണം. നോട്ടത്തിലും സംസാരത്തിലും സമ്പർക്കത്തിലും തികഞ്ഞ സൂക്ഷ്മത പാലിക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സൂക്ഷ്മതയുടെ പാഠങ്ങൾ മുഴുവനായും ഒന്നും വിടാതെ നമ്മെ പഠിപ്പിച്ചു. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലൂടെ നമ്മുടെ വീട്ടിലെ കുടുംബിനികൾക്ക്, ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് നൽകേണ്ട നിർദ്ദേശങ്ങൾ അടക്കം. ഒരു നോട്ടം അതൊരു വലിയ വിഷയമായതുകൊണ്ടാണ് തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുമ്പോൾ തങ്ങളെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, വലത്തുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്ന് സംസാരിക്കുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് ഇഹ്തജിബാമിൻ, നിങ്ങളൊന്ന് മറയിലേക്ക് നിൽക്കണം, ഉള്ളിലേക്ക് നിൽക്കണം. അപ്പൊ നമ്മുടെ ഉമ്മമാര് ചോദിച്ചു, അലൈസ ഹുവ അഅമ ഖദ് ലാ യുബ്സിറുന, കണ്ണ് കാണാത്ത സ്വഹാബിയല്ലേ, ഞങ്ങളെ കാണൂലല്ലോ നബിയെ. അപ്പൊ തങ്ങൾ തിരിച്ചു ചോദിച്ചു, അഫ അംയാവാനി അൻതുമാ അലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങളും കണ്ണ് കാണാത്തവരാണോ? നിങ്ങൾ അങ്ങോട്ട് കാണുകയില്ലേ? എന്ന് പറഞ്ഞാൽ ആ നിയമവശം രണ്ടുപേർക്കും ബാധകമാണ് എന്ന അർത്ഥത്തിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് മറയിലേക്ക് നിൽക്കാൻ പറഞ്ഞു. അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് സംസാരിക്കാൻ വേണ്ടി വരികയാണ്. ഈ വിഷയത്തിൽ വലിയ സൂക്ഷ്മതയുടെ അധ്യായങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. പുറത്ത് ഇറങ്ങേണ്ട സാഹചര്യങ്ങൾ സഹോദരിമാർക്ക് അനിവാര്യമായ എല്ലാ ഘട്ടങ്ങളും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ത്വലബുൽ ഇൽം, വിദ്യ അഭ്യസിക്കൽ, രോഗികളെ ശുശ്രൂഷിക്കൽ, രോഗസന്ദർശനം, കുടുംബ സന്ദർശനം തുടങ്ങി ഒരുപാട് മേഖലകളിൽ വിഷയങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും നിബന്ധനകൾക്ക് വിധേയമായിട്ട്, എന്തിന്? അവരുടെ പരിശുദ്ധിയും അവരുടെ മഹത്വവും എല്ലാ കാലത്തും ചോർന്നു പോകാതെ നിലനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? നോട്ടത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ മൊത്തത്തിൽ പറയാതെ കുല്ലിൽ മുഅ്മിനീന യഗുല്ലു മിൻ അബ്സ്വാരിഹിം വയഹ്ഫളു ഫുറൂജഹും, രണ്ടും തമ്മിൽ വലിയ ബന്ധമുണ്ടായതുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്. വിശ്വാസികളോട് അവരുടെ നോട്ടം നിയന്ത്രിക്കാൻ പറയണം. വയഹ്ഫളു ഫുറൂജഹും, ആ നോട്ടം നിയന്ത്രിക്കലിലൂടെ സ്വകാര്യതകൾ സൂക്ഷിക്കാൻ അവർക്ക് കഴിയും. ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അതവർക്ക് വലിയ വിശുദ്ധി നൽകുന്നതാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു. ഇത് രണ്ടും തമ്മിലുള്ള വിഷയങ്ങൾ ബന്ധപ്പെടുത്തിയിട്ട് നോട്ടവും സ്വകാര്യത സംരക്ഷിക്കുന്നതും തമ്മിൽ വലിയ ബന്ധമുള്ളത് കൊണ്ടാണ് അടുത്ത് തന്നെ അങ്ങനെ അല്ലാഹു പറഞ്ഞത്. നോട്ടം വരുമ്പോൾ പിന്നീട് മോഹം കൂടി വരും, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് ഉടനെയായി ഓരോന്നോരോന്ന് നടക്കും. മുഅ്മിനീങ്ങളോട് പറഞ്ഞ ഉടനെ തന്നെ വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദുന ഫുറൂജഹുന്ന, അതേ വിഷയം വിശ്വാസിനികളോടും അല്ലാഹു തആല ആവർത്തിച്ചു പറയുന്നു. വിശ്വാസിനികളോട് പറയണം, അവരെ നോട്ടം നിയന്ത്രിക്കണം, സ്വകാര്യതകൾ സൂക്ഷിക്കണം, അത് വലിയ പരിശുദ്ധി നൽകുന്ന കാര്യങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അത്തരത്തിൽ സംസാരം, നോട്ടം, സമ്പർക്കം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തീരെ ടച്ച് ചെയ്യരുത് എന്നാണ് വലാ തഖറബുസ്സിന എന്ന വാക്യത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ മുഫസ്സിറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വിശദമായി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ നിർദ്ദേശം, വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അതിൻ്റെ ഒരു സൗന്ദര്യം
നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ വ്യഭിചരിക്കരുത്, വേശ്യാവൃത്തി നടത്തരുത് എന്നതിനേക്കാൾ ഉപരി ആ ഒരു വിഷയത്തോട് അടുക്കുക പോലും ചെയ്യരുത്. വലാ തഖറബു സിന. അടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ മുഅ്മിനീങ്ങളിൽ നിന്ന് ഉണ്ടാകാതെ നല്ല സൂക്ഷ്മതയിലായി മുന്നോട്ട് നീങ്ങണം. അത്തരത്തിലൊരു നീചവൃത്തി നമ്മിൽ നിന്ന് ഉണ്ടായാൽ വലിയ നഷ്ടം നമുക്കുണ്ട്, സമൂഹത്തിനുണ്ട്, കുടുംബത്തിനുണ്ട്, എല്ലാ ആളുകൾക്കും അതിൽ നഷ്ടമുണ്ട്. ഒരു സിന കൊണ്ട് ആഖിറത്തിലെ ശിക്ഷ മാത്രമല്ല, ദുനിയാവിലും വലിയ നഷ്ടങ്ങളുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ഇയ്യാക്കും വസ്സിന, വേശ്യാവൃത്തി നല്ലോണം കരുതണം. ഫഇന്ന ഫീഹി സിത്ത ഖിസാൽ, 6 ദുരന്തങ്ങൾ അതിലുണ്ട്. ആണിനും പെണ്ണിനും അനുഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങളാണ്. 3 ഫിദ്ദുന്യ, ഈ ദുനിയാവിലാണ്, 3 ആഖിറത്തിലുമാണ്. ദുനിയാവിലുള്ള ഏറ്റവും വലിയ വിപത്തുകളിലൊന്ന് ഫനുഖ്സാനു റിസ്ഖി, ജീവിതോപാധി അതിന് കുറവ് സംഭവിക്കലാണ്. അഥവാ ഒരു പക്ഷേ എണ്ണത്തിലൊന്നും കുറഞ്ഞില്ലെങ്കിലും വലുപ്പത്തിലും വണ്ണത്തിലും കുറയും. അതുകൊണ്ടാണ് ആ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, തദ്ഹബുൽ ബറക്കത്തു മിനർ റിസ്ഖ്, ബറക്കത്ത് ഉയർന്നു പോകും. നീചവൃത്തിയുമായി, നീച സ്വഭാവങ്ങളുമായി ബന്ധമുള്ള ആളുകളുടെ റിസ്ഖിൽ ബറക്കത്തുണ്ടാകില്ല. കാണാൻ ഒരുപാടുണ്ടാകും, പക്ഷെ അതുകൊണ്ട് കാര്യമായി ഫലം ലഭിക്കില്ല എന്നർത്ഥം. ബറക്കത്തില്ലാത്ത റിസ്ഖ് കൊണ്ട് എന്താ കാര്യം? ബറക്കത്ത് ഉയർന്നു പോകും. വനുഖ്സാനുൽ ഉംരി, ആയുസ് ചുരുങ്ങിപ്പോകും. ആയുസ് നീട്ടിക്കിട്ടണം. ഖൈറിലായ ആയുസ് നീട്ടിക്കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലു, നിങ്ങളിൽ ഏറ്റവും നല്ലവർ കൂടുതൽ കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചു, കുറേ സുഹൃതങ്ങൾ ചെയ്യാനും തൗഫീഖ് ലഭിച്ചു. വലിയ മഹാനുഭാവനല്ലേ ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. 4 ഇമാമുകളിൽ കൂടുതൽ കാലം ജീവിക്കാൻ വലിയ തൗഫീഖ് കിട്ടിയ മഹാൻ. ആ കാലഘട്ടത്തിൽ ഒരുപാട് അമല്, ദീനീയായ വിഷയങ്ങളിൽ ഒരുപാട് അമലുകൾ ചെയ്യാൻ തൗഫീഖ് ലഭിച്ച മഹാനാണ്. അവിടുത്തെ ദീനീ ദഅവത്ത് മാത്രമല്ല, ദീനീ ദഅവത്ത് കൊണ്ട് ആ കാലഘട്ടത്തിലെ നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ഖുർആനിനെ ചോദ്യം ചെയ്യുന്നവർ, ഹദീസിനെ ചോദ്യം ചെയ്യുന്നവർ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, എല്ലാവർക്കും മറുപടി കൊടുക്കാൻ, തിരുത്താൻ, ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളെ അവർക്ക് ബുദ്ധിപരമായും അല്ലാതെയും കൊടുക്കേണ്ട അറിവ് കൊടുത്ത് തിരുത്താൻ വലിയ ഭാഗ്യം കിട്ടിയ മഹാനാണ് ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. 90 കൊല്ലം ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എത്ര വലിയ തൗഫീഖാണ് അള്ളാഹു നൽകിയത്! ആ 90 കൊല്ലത്തിൽ പഠനകാലവും മഹാനവറുകളുടെ സുഹുദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലവും കഴിഞ്ഞ് 50 കൊല്ലം കഴിഞ്ഞാൽ ബാക്കി 40 കൊല്ലം കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് വഴി നടത്തിയത് ലക്ഷക്കണക്കിന് ആളുകളെയാണ്. 1-2 ആളുകളെയല്ല. എല്ലാം വഅദിലൂടെ മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്, ദർസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എടുത്തുയർത്തുന്നതിൽ അല്ലാഹു തആല അവർക്ക് നൽകിയ കറാമത്ത് അത് വലിയൊരു കാരണമാക്കി അവരിലേക്ക് പ്രകാശിപ്പിച്ചുകൊണ്ട് ആളുകളുടെ മനസ്സും ശരീരവും കുടുംബവും ഒന്നാകെ പരിവർത്തിപ്പിക്കുന്നു. അതേ രൂപത്തിൽ കഴിഞ്ഞ മഹാരഥന്മാരൊക്കെ അങ്ങനെയാണ്. അപ്പൊ ആയുസ്സിൽ വലിയ കുറവ് സംഭവിക്കുക, ആരോഗ്യം കുറയുക, ഈ നീചവൃത്തിയിലൂടെ അങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട്. വൽ ബുഗ്ളു ഫീ ഖുലൂബിൻ നാസ്, മനുഷ്യ മനസ്സുകളിൽ വെറുപ്പ്, അത് വലിയൊരു സങ്കടമാണ്. അതാണ് സത്യത്തിൽ ചില ഹദീസുകളിലൊക്കെ യുദ്ഹിബുൽ ബഹാ, വിശ്വാസിയുടെ പ്രസന്നത, പ്രകാശം തന്നെ കെടുത്തിക്കളയും.
ആളുകളുടെ മനസ്സിൽ മുഅ്മിനീങ്ങളോട് വലിയൊരു ഇഷ്ടമുണ്ട്, വലിയൊരു സന്തോഷമുണ്ട്. അതിനെതിരെ വീഴുന്ന വലിയ ഖറയാണ് സിന. വേശ്യാവൃത്തി നടന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും രൂപത്തിൽ അത് വീക്കായി കഴിഞ്ഞാൽ, ആളുടെ പറ്റി ആളുകളുടെ മനസ്സിലുള്ള ആ കറ കൊണ്ട് അവൻ്റെ ആ ശോഭ, ആ ഒരു പ്രകാശം, ആ ഒരു പ്രസന്നത അത് മുഖത്തുനിന്നും ശരീരത്തുനിന്നും മായ്ക്കപ്പെട്ടു പോയി. ഈ മൂന്നെണ്ണവും ദുനിയാവിൽ അനുഭവിക്കുന്ന വലിയ ദുരിതങ്ങളാണ്. ആഖിറത്തിലുള്ളത് ഇതിനേക്കാൾ കടുത്തതാണ്. ഒന്നാമതായി ഗളബുർ റബ്ബ്. നമുക്ക് താങ്ങാൻ കഴിയുമോ? റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഗളബ്. അമ്പിയാക്കൾ മുഴുവനും ആഖിറത്തിൽ പറയുന്ന വലിയൊരു വാക്കല്ലേ, ഇന്ന റബ്ബി ഖദ് ഗളിബൽ യൗമ ഗൾബൻ ലം യഗ്ലബ് മിസ്ലഹു ഖബ്ലഹു എന്ന് അമ്പിയാ മുഴുവനും ആഖിറത്തിൽ പറയുന്നൊരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ഗളബിലാണ്. ആ ഗളബ് സുഹൃത്തുക്കളെ നേരിടാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ കഴിയുന്നവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നീചവൃത്തിയോട് നൽകുന്ന വലിയൊരു പ്രതിരോധമാണ്, വലിയൊരു പ്രതിഷേധമാണ്. വശിദ്ദത്തുൽ ഹിസാബ്, കടുത്ത വിചാരണ. ആ വിചാരണയിൽ ഉത്തരം മുട്ടിപ്പോകുന്നു, വിഷമിച്ചു പോകുന്നു. വദ്ദുഖൂലു ഫിന്നാർ, നരകത്തിലുള്ള പ്രവേശനവും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് സൂറത്തുൽ ഇസ്രാ നമ്മോട് വർജിക്കാൻ പറയുന്ന മൂന്നാമത്തെ ദുസ്വഭാവം. ഇതിന് പകരം ഇഫ്ഫത്ത് സ്വീകരിക്കണം, പരിശുദ്ധി, പതിവൃത്തത സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഈ വിഷയത്തിലുള്ള ശിക്ഷ വളരെ ഗൗരവമേറിയ ശിക്ഷയായത്. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇവിടെ ഇന്നലെ നാം വിശദീകരിച്ച വിഷയമുണ്ട്, വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ്, സന്താനങ്ങളെ, മക്കളെ കൊന്നുകളയുന്നതിനെ പറ്റിയുള്ള ഒരു ചർച്ച. അത് വളരെ കടുത്ത പാതകമായിട്ട് അല്ലാഹു തആല പഠിപ്പിച്ചു. അതിനുശേഷം ഇനി നാളെ വരാനിരിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്, വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, കൊലപാതകങ്ങൾ. സ്വന്തത്തെയും മറ്റുള്ളവരെയും ഒക്കെ കൊലപാതകങ്ങൾ നടത്തുന്നത് മണിക്കൂറുകൾക്ക്, മിനിറ്റുകൾക്കുള്ളിലുള്ള കഥകളായി മാറിയിരിക്കുന്ന സമയത്താണ് നമ്മളുള്ളത്. മുമ്പൊക്കെ വർഷത്തിലോ 10 വർഷങ്ങളിലോ ഒന്നായി കണ്ടത് ഇപ്പൊ ദൈനംദിന ജീവിതത്തിൽ മണിക്കൂറുകളിൽ ഓരോ പഞ്ചായത്തുകളിലും എത്ര നടന്നു, ഓരോ ജില്ലകളിലും എത്ര നടന്നു എന്ന കണക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനെയും അല്ലാഹു തആല പറയുന്നു, ആ തരത്തിലുള്ളൊരു ദുസ്വഭാവം മനുഷ്യനിലുണ്ട്. അത് വിശദീകരിക്കാൻ പോകുന്നൊരു വിഷയമാണ്. 2 ഖത്ലിന്റെ ഇടയിലാണ് ഈ സിന കൊണ്ടുവന്നത്. അതെന്താ അതിന്റെ കാര്യം? അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, 2 വിലക്കുകൾ, രണ്ടും ഖത്ലുമായി ബന്ധപ്പെട്ടത്. ഒന്ന് ഖത്ലുൽ ഔലാദ്, മക്കളെ കൊല്ലുന്നത്. മറ്റൊന്ന് അള്ളാഹു നിഷിദ്ധമാക്കിയ ശരീരങ്ങളെ കൊല്ലുന്നത്. അതിനിടയിൽ ഇങ്ങനെ ഒരു വിഷയം കൊണ്ടുവന്നത് ബിത്തിബാരി അന്നഹു ഖത്ലുൽ ഔലാദ്, ഇതും ഒരു കൊലപാതകമാണ്. എന്താ ഇതിലൊരു കൊലപാതകം? ലിമാ അന്നഹു തളീഉൽ ലിൽ അൻസാബ്, പരമ്പര തകർക്കുന്ന വിഷയമാണ് സിന. സിനയിലുണ്ടായ കുട്ടിക്ക് നസബില്ല, ബാപ്പയിലേക്ക് അവനെ ചേർക്കപ്പെടൂല. ഒരുപാട് ദുരന്തങ്ങളാണ്. ഉപ്പയായിട്ട് എണ്ണപ്പെടുന്ന ആളെ സ്വത്തിന് അവകാശങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വലിയ പരാജയമാണ്. ഫഇന്ന മല്ലം യസ്ബുതു നസബുഹു മയ്യിത്തുൻ ഹുക്മൻ. അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, പരമ്പര തറവാടില്ലാത്തവൻ തത്വത്തിൽ മരിച്ചവനാണ്. ഒരു തറവാട് പറയാനില്ല. ബാപ്പാരാ? ബാപ്പ അമ്മ ചോദിച്ചിട്ട് പറഞ്ഞു തന്നിട്ടില്ല. ബാപ്പാരാന്ന് വെച്ചാൽ വല്യമ്മമാരോട് ചോദിച്ചിരുന്നു, വല്യമ്മ പറഞ്ഞിരുന്നില്ല. പിന്നെ അവന്റെ അവസ്ഥ എന്താ? അപ്പൊ സത്യത്തിൽ അവനും ഒരു മരണം സംഭവിച്ചവനാണ്. അതിനാണ് ഈ 2 വിഷയത്തിനിടയിൽ ഈ വിഷയം കൊണ്ടുവന്നത് എന്ന് ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇത് ചെറിയൊരു കാര്യമല്ലല്ലോ. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. സിനയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ 3 വിശേഷണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇവിടെ 2 എണ്ണം പറഞ്ഞു, ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. മറ്റൊരു സ്ഥലത്ത് സൂറത്തുൻ നിസായിൽ അല്ലാഹു പറഞ്ഞു, വലാ തൻകിഹു മാ നകഹ ആബാഉകും മിനൻ നിസാഇ ഇല്ലാ മാ ഖദ് സലഫ്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ബാപ്പ മരണപ്പെട്ടു കഴിഞ്ഞാൽ മക്കള് ഉമ്മാനെ വിവാഹം ചെയ്യും. അല്ലെങ്കിൽ ബാപ്പ കല്യാണം കഴിച്ച വേറെ ഭാര്യമാരെ മറ്റു ഭാര്യമാരിലുള്ള മക്കൾ വിവാഹം ചെയ്യും. അല്ലാഹു തആല ആ വിഷയം എടുത്തുമാറ്റി. വലാ തൻകിഹു മാ നകഹ ആബാഉകും മിനൻ നിസാഇ ഇല്ലാ മാ ഖദ് സലഫ്. കഴിഞ്ഞത് നിൽക്കട്ടെ, ഇനി ആ ഒരു വിഷയത്തിലേക്ക് പുറപ്പെടരുത്.
ഇന്നഹു കാന ഫാഹിഷതൻ വമഖ്ത വസാഅ സബീല. അവിടെ മൂന്ന് ഒരുമിച്ചാ പറഞ്ഞത്. ഇന്നഹു കാന ഫാഹിഷതൻ വമഖ്ത, അത് നീചവൃത്തിയാണ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നിർത്തിയില്ല. വളരെയധികം വെറുപ്പും നീചവും നികൃഷ്ടവുമായ അങ്ങേയറ്റത്തെ ദുസ്വഭാവമാണ്. ഇനിയൊരു ദുസ്വഭാവം മേലോട്ട് പറയാനില്ല. ശിക്ഷ നോക്കുമ്പോൾ ദുനിയാവിലെ കോടതിയിലെ ശിക്ഷ തന്നെ എന്തൊരു ഗൗരവമാണ്. ചെറിയ ശിക്ഷയല്ലല്ലോ. ആ ശിക്ഷയിൽ ഖുർആനിൽ എണ്ണിപ്പറഞ്ഞ ശിക്ഷയാണ് അവിവാഹിതരുടെ ശിക്ഷ. ഹദീസിൽ പറഞ്ഞു വിവാഹിതരുടെ ശിക്ഷ. രണ്ടും വളരെ കഠിനമേറിയ ശിക്ഷയാണ്. വിവാഹം ചെയ്യാത്ത ഒരാളെ 100 അടി അടിക്കുന്നത് സ്വന്തമായി സ്വകാര്യമായിട്ടല്ല, വിഷയങ്ങളൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ, ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ കാണുമത്. എങ്ങനെയാണ് അടിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു എങ്ങനെ അടിക്കണം. വല്ലശ്ഹദ അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ. ആണിനെയും പെണ്ണിനെയും വേശ്യാവൃത്തിക്ക് ശിക്ഷിക്കുമ്പോ സ്വകാര്യമായൊരു റൂമിൽ ഒരാളങ്ങ് തച്ചാ പോരാ, അതിനൊരു സംഘം ആളുകൾ സാക്ഷി നിൽക്കണം. അതിനേക്കാളും വലിയ മാനക്കേടെന്താണ്? സാക്ഷി നിൽക്കണം. ഈ ആളുകൾ മുഴുവനും കാണുന്നു 100 അടി അടിക്കുമ്പോൾ. സമൂഹ മധ്യത്തിൽ എന്തിനാണ് അടി കിട്ടുന്നത്? എന്തിനാ അടിക്കുന്നത്? അങ്ങനെ ഈ ഉള്ള ആളുകളോട് അല്ലാഹു തആല പറഞ്ഞു വലാ തഖുദുകും ബിഹിമാ റഅഫത്തും ഫീ ദീനില്ലാഹ് ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. വേശ്യാവൃത്തി നടത്തിയ ആണിനോടും പെണ്ണിനോടും കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളെ കൊണ്ടോ ഒരു ദയാവായ്പും നിങ്ങൾക്ക് തോന്നാൻ പാടില്ല. അവരോടൊരു പ്രത്യേക സ്നേഹം ഈ ശിക്ഷ നടപ്പിലാക്കുന്നതിൽ അത് ഇളവ് ചെയ്യാനോ കുറക്കാനൊക്കെ പ്രേരകമാകും. ഒന്നും ചെയ്യാൻ പാടില്ല. കൊടുക്കേണ്ട ശിക്ഷ അങ്ങനെ കൊടുക്കണം. അത് ഓരോരുത്തരെയും ഏൽപ്പിക്കപ്പെട്ട വിഷയമല്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ട കോടതികളും കാര്യങ്ങളുണ്ട്. ഇസ്ലാമിക രാഷ്ട്രത്തിലാണെങ്കിൽ അതിനനുസരിച്ചാണ് അതിന്റെ ശിക്ഷ. അത് ചെറിയ ശിക്ഷയല്ല. ചില വിഷയങ്ങളിലൊക്കെ ഇസ്ലാമിൽ അടിമകളെ മാറ്റി നിർത്താറുണ്ട്. എന്നാൽ ഇവിടെയും അടിമകൾക്ക് പകുതി കൊടുക്കുന്നുണ്ട്. 100 അടിയാണ് അടിക്കേണ്ടതെങ്കിൽ അടിമന് 50 അടി അടിക്കണം എന്നാണ്. ചില കാര്യങ്ങളിലൊക്കെ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവർക്ക് അത് വിഷയമല്ല, അത് സ്വതന്ത്രന് മാത്രമുള്ളതാണ്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ അടിമക്കും ബാധകമാണ്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 100 ആണെങ്കിൽ മറ്റേത് 50 ആണ്. അത് അവിവാഹിതർക്കുള്ള ശിക്ഷയാണ്. വിവാഹിതർക്ക് നിങ്ങൾ നോക്ക്, എറിഞ്ഞു കൊല്ലുന്ന സ്വഭാവം ഇസ്ലാമിന്റെ ശിക്ഷയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവമേറിയ രീതിയിലാണ് ആ ശിക്ഷ നടപ്പിലാക്കിയത്. ചെറിയ രൂപത്തിലല്ല. ബഹുമാനപ്പെട്ട മായിസ് ഇബ്നു മാലിക് അസ്ലമി റളിയല്ലാഹു അൻഹു തങ്ങളെ ഹദ്റത്തിൽ വന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവം നടക്കാൻ കാരണമായ വിഷയം ആ കുടുംബത്തിലെ ഒരാളുമായി പങ്കുവെച്ചപ്പോൾ അങ്ങനെ ഒരു വിഷയം എന്നിൽ നിന്ന് സംഭവിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നേരെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്ക്. ഈ ശിക്ഷ ശിക്ഷിക്കുന്ന ഗൗരവം കൊണ്ട് പിന്നീട് ആ പറഞ്ഞയച്ച ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കതൊന്നും മറച്ചു വെച്ചുകൂടായിരുന്നില്ലേ? അള്ളാഹു അദ്ദേഹത്തിന് മറച്ചു വെച്ച് പുറത്തു കൊടുക്കൂലായിരുന്നില്ലേ? നിങ്ങൾ ഈ വിഷയം വന്ന് പറഞ്ഞതുകൊണ്ട് ആത്മാർത്ഥമായി എൻ്റെ അടുക്കൽ വന്ന് 4 തവണ ആവർത്തിച്ച് പറഞ്ഞപ്പോ 4 തവണയും ഇങ്ങനെ ഒരു സാക്ഷ്യപ്പെടുത്തി, സ്വന്തം ശരീരത്തെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങൾക്ക് വല്ല അസുഖമുണ്ടോ? വല്ല ജുനൂനുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, എനിക്ക് ജുനൂനൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത വിഷയം മാറിപ്പോയതാണോ? മാറിപ്പോയതൊന്നുമല്ല, ശരിയായ രൂപത്തിൽ തന്നെയാണ്. അഖിം അലയ്യൽ ഹദ്ദ ഫീഹി യാ റസൂലല്ലാഹ്. അതിലെന്താണോ ഇസ്ലാമിന്റെ ശിക്ഷാ നടപടി എനിക്ക് നടപ്പിലാക്കണം. ആ ശിക്ഷാ നടപടി നടപ്പിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വലിയ ഗൗരവത്തിലല്ലേ ശിക്ഷ കൊടുക്കുന്നത്. സഹോദരങ്ങളെ, മർമ്മസ്ഥലങ്ങളല്ലാത്ത ഭാഗങ്ങളിലേക്ക് ഏറി വരികയാണ്. ശരീരത്തിൽ പ്രധാനമായും 4-5 മർമ്മസ്ഥലങ്ങളുണ്ട്. അവിടേക്കല്ലാത്ത ഭാഗങ്ങളിലേക്ക് ഏറി വരും. ഏറുകൊണ്ട മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആ പ്രദേശത്തു നിന്ന് ഓടി ഒരു ഭാഗത്തെത്തി, ഹറ എന്ന പ്രദേശത്തെത്തി. വീണ്ടും അവിടെ വെച്ചാണ് ശിക്ഷ ഏൽക്കുന്നത്. മഹാനവറുകൾ അവിടെ വെച്ചാണ് വഫാത്താകുന്നത്. മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഈ ഒരവസ്ഥയിൽ ആ ഒരു ശിക്ഷ ഏറ്റുവാങ്ങിയതിനെ പറ്റി കണ്ട സ്വഹാബിമാരിൽപ്പെട്ട 2 ആളുകൾ പറഞ്ഞു, അദ്ദേഹത്തിന് അതൊന്നും മറച്ചു വെച്ചുകൂടായിരുന്നില്ല, ആരോടും പറയാതെ. ഹത്താ റുജിമ റജ്മൽ കൽബ്, ഒരു നായ എറിയപ്പെടും പോലെ എറിയപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാൻ കാരണമായി. അപ്പോഴൊന്നും തങ്ങൾ പ്രതികരിച്ചില്ല.
കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ഒരു യാത്രയിലായി തങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു കുഴിയിൽ ഒരു കഴുത ചത്ത് കിടക്കുന്നത് കണ്ടു. തങ്ങൾ പേര് വിളിച്ചു. ആ രണ്ടാളുകൾ എവിടെ? അവരോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കുഴിയിലേക്ക് ഇറങ്ങി ഈ ശവത്തിൽ നിന്ന് 1-2 കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് നിങ്ങൾ ഭക്ഷിച്ചോളൂ. അപ്പൊ അവര് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അത് ശവമല്ലേ കിടക്കുന്നത്, ആരെങ്കിലും അതിൽ നിന്ന് ഭക്ഷിക്കൂ. തങ്ങൾ ഞങ്ങളോട് എന്താ ഭക്ഷിക്കാൻ പറയുന്നത്? നേരത്തെ എറിയപ്പെട്ട് വഫാത്തായിപ്പോയ, ശിക്ഷ കിട്ടി വഫാത്തായിപ്പോയ മായിസ് ബിൻ മാലിക് അൽ അസ്ലമി തങ്ങളെ പറ്റി നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? ആ വാക്കിനേക്കാൾ നല്ലത് ഈ കുഴിയിലിറങ്ങിയിട്ട് ഈ ശവത്തിൽ നിന്നും എടുത്തു ഭക്ഷിക്കലാണ്. നിങ്ങൾ പറഞ്ഞ വാക്കില്ലേ, അത് ചില്ലറ വാക്കല്ല, അള്ളാഹുവിനോട് നല്ലോണം പൊരുത്തം ചോദിക്കേണ്ട വാക്കാണ്. നിങ്ങൾക്കറിയുമോ മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇപ്പോൾ എവിടെയാണെന്നറിയുമോ? വഇന്നഹു ലഫീ അൻഹാരിൽ ജന്നതി യൻഗമിസു ഫീഹാ. അദ്ദേഹം സ്വർഗത്തിന്റെ നദികളിലാണ്, അതിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, സന്തോഷവാനായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന കാര്യങ്ങളാ നിങ്ങൾ പറഞ്ഞത്. ഇത് തങ്ങൾ പറഞ്ഞെങ്കിലും ഈ ശിക്ഷയൊക്കെ നടപ്പിലാക്കിയ ശേഷം പറഞ്ഞു വിട്ട കുടുംബക്കാരനോട് പറഞ്ഞു, നിങ്ങൾക്കൊന്ന് മറച്ചു വെച്ചൂടായിരുന്നില്ലേ? എന്നാൽ ആ മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അള്ളാഹു മറച്ചു കൊടുത്തതൊന്ന് പുറത്തു കൊടുക്കുമായിരുന്നു. ഇത്രയും ഗൗരവമേറിയ ശിക്ഷയാണ് അവിടെ നടപ്പിലാക്കിയത്. അത് ഈ നീചവൃത്തിയുടെ ഗൗരവമാണ് അറിയിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു തആല മറ്റു പല വിഷയങ്ങളും പറയുന്നത് പോലെയല്ല ഇത് പറഞ്ഞത്. വലാ തഖ്റബുസ്സിനാ, നല്ലോണം സൂക്ഷ്മത പാലിക്കണം, അടുത്തേക്കരുത്. അടുത്തുപോയാൽ നമ്മുടെ ശരീരമാണ് പിന്നെയും പിന്നെയും മുന്നിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവസാനം നമ്മളെ അവിടെ എത്തിക്കുന്നത് വരെ പിശാച് നന്നായി പണിയെടുക്കും, വർക്ക് ചെയ്യും. നമ്മൾ ചതിക്കുഴിയിൽ പെട്ടു എന്ന് കഴിഞ്ഞാൽ അവൻ സന്തോഷത്തോടെ പിന്മാറും. അതിന്റെ അവസരങ്ങളൊക്കെ അവൻ ഒരുക്കിത്തരും. ഹദീസിൽ കാണാം, ഒരാണും പെണ്ണും ഖൽവത്തിലായാൽ, അന്യ സ്ത്രീ പുരുഷന്മാര് അവർ കാണാനും സംസാരിക്കാനും പറ്റാത്തവരാണ്. അവർ ഒരിടത്തിൽ തനിച്ചാൽ അവർക്കിടയിൽ യോജിപ്പിക്കാനും അവർക്കിടയിൽ സുഖം കൊടുക്കാനും അവർക്കിടയിൽ പ്രേരണ കൊടുക്കാനും പിശാച് അവിടെ പ്രത്യക്ഷപ്പെടും. രണ്ടുപേരുടെയും മനസ്സിലേക്ക് പിശാച് വന്നുകൊണ്ട് കാര്യങ്ങൾ ഇട്ടുകൊടുക്കും. ഓരോന്നും ഓരോന്നും തോന്നിപ്പിക്കും. ഓരോ കാര്യങ്ങളും ഉപദേശിച്ചവരെ വലയിൽ വീഴ്ത്തും. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ഇബ്ലീസ് ഈ വിഷയം പങ്കുവച്ചു. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഉദ്കുർനീ ഹീന തഗ്ളബ്, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോ നിങ്ങൾ എന്നെ നല്ലോണം കരുതണം. ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങളെ പിരിമുറുക്കാൻ, പിരികയറ്റിത്തരാൻ എനിക്ക് നല്ല സുഖമാണ്, എളുപ്പമാണ്. ആ നേരത്ത് ഫഇന്ന വജ്ഹി ഫീ ഖൽബിക്, എന്റെ മുഖം നിങ്ങളുടെ കൽബിലേക്ക് പ്രവേശിപ്പിച്ച് കുറച്ചുകൂടി പറയാൻ ഞാൻ പ്രേരിപ്പിക്കും. എന്റെ കണ്ണ് നിങ്ങളെ കണ്ണിലാക്കിയിട്ട് നോട്ടം ഒന്നുകൂടി തുറപ്പിക്കാനും ഗൗരവമാക്കാനും ഞാൻ ശ്രമിക്കും. രക്തധമനികളിലൂടെ സഞ്ചരിച്ച് വേണ്ട രൂപത്തിൽ അതിന് കൊഴുപ്പ് കൂട്ടിത്തരും. യുദ്ധത്തിൽ ഇങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന നേരത്തും എന്നെ ഓർക്കണം. ഞാൻ അപ്പോഴും മനുഷ്യന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ കുടുംബത്തെ ഓർമ്മ കൊടുക്കും. ഭാര്യയുണ്ട്, നാട്ടില് മക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, സ്വത്തുണ്ട്. ഇനിയും അവരോടൊപ്പം കഴിയണ്ടേ? ഇതൊരു ചാൻസാണ്. നേതാവ് കാണില്ല, അനുയായികൾ കാണില്ല, എല്ലാവരും ഇതിൽ മുൻപന്തിയിലാണ്. പിറകോട്ട് തിരിഞ്ഞൊരൊറ്റ മുങ്ങൽ മുങ്ങിക്കോ. ഞാൻ അവിടെ അതെല്ലാം ഓർമ്മിപ്പിച്ചു കൊടുക്കും. മൂന്നാമതായി വഇയ്യാക അൻ തുജാലിസ ഇംറഅതൻ ലൈസത് ബിദാത്തി മഹ്റമിൻ, മഹ്റമല്ലാത്ത പെണ്ണിന്റെ കൂടെ ഇരിക്കുമ്പോൾ നന്നായി കരുതണം, നന്നായി സൂക്ഷിക്കണം. ചില സന്ദർഭങ്ങളിൽ ഒരുപക്ഷേ ഇരിക്കാൻ നിർബന്ധിതരാകുന്ന ഘട്ടങ്ങൾ വന്നേക്കും ചിലർക്ക്. സന്ദർഭങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നമ്മൾ ചിന്തിച്ചാൽ മതി. അങ്ങനത്തെ ഘട്ടങ്ങൾ നിർബന്ധിതാവസ്ഥയിൽ വരുമ്പോഴും കരുതണം. ഒരു മഹറമല്ലാത്ത വിവാഹബന്ധം നിഷിദ്ധമല്ലാത്ത ഒരു പെണ്ണിന്റെ കൂടെ ഇരിക്കുന്നത് നല്ലോണം സൂക്ഷിക്കണം. ഫഇന്നീ റസൂലുഹാ ഇലൈക വറസൂലുക ഇലൈഹാ, നിങ്ങൾക്കും ആ പെണ്ണിനും ഇടയിലുള്ളൊരു ദൂതനാണ് ഞാൻ.
രണ്ടുപേരെയും സംയോജിപ്പിക്കുന്നതിൽ, കൂട്ടിയോജിപ്പിക്കുന്നതിൽ തീവ്രമായ നിലപാടുകൾ ഞാൻ സ്വീകരിക്കും. ലക്ഷ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വഴിക്ക് പോകും. ഞാൻ ആ വിഷയത്തിൽ പങ്കില്ല എന്ന രൂപത്തിൽ ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറും. നല്ലോണം കരുതണം, നല്ലോണം സൂക്ഷിക്കണം. സഹോദരിമാരെ, നമ്മളോടുമുള്ള നിർദ്ദേശം ഇതാണ്. സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും കൂടെ കഴിയുമ്പോഴൊക്കെ അതിനൊക്കെ ഒരു മാറ്റമുണ്ട്, ഒരകൽച്ചയുണ്ട്. അടുപ്പമുള്ളവർക്കിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയൂ. അല്ലാത്ത അവസ്ഥകളിൽ വിട്ടു നിൽക്കണം. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ എന്ന ആയത്ത് വിശദീകരിച്ചപ്പോ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, 6 അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. വേശ്യാവൃത്തിയിൽ 6 അപകടങ്ങളുണ്ട്. ഒന്നാമതായി മഹാനവറുകൾ പറഞ്ഞു, ഇഖ്തിലാത്തുൽ അൻസാബി വഷ്തിബാഹുഹാ, പരമ്പര മുറിഞ്ഞു പോകും, കുഴപ്പത്തിലാകും, നാശത്തിലാകും. പരമ്പരകൾ കിട്ടില്ല, യഥാർത്ഥ കുടുംബപരകൾക്ക് തകരാറ് വരും. ഒരു മനുഷ്യനറിയില്ല ഈ കുട്ടി ഏതാണ്, ആരിൽ നിന്നുള്ള കുട്ടിയാണ്, ഇയാളിൽ നിന്നാണോ മറ്റൊരാളിൽ നിന്നാണോ. പലരെയും സമീപിക്കുന്ന ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ ഈ കുട്ടി ആരുടേത് എന്നാ ഉറപ്പിക്കുക. അങ്ങനെ വരുമ്പോ പിന്നെ ആ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കാനോ അഥവാ നിർബന്ധിതമായി ഏറ്റെടുക്കേണ്ടി വന്നാൽ കാലകാലം അങ്ങനെ കൊണ്ടുപോകാനോ തയ്യാറാകില്ല. അവൻ ചിന്തിക്കും, ഞാൻ മാത്രമല്ലല്ലോ ആ പെണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, വേറെയും ആളുകളുണ്ടല്ലോ, അതുകൊണ്ട് തൽക്കാലം ഈ കുട്ടിയെ ഏതെങ്കിലും ഒരു ആലയത്തിൽ ഏൽപ്പിക്കണം. അത് മുസ്ലിം ആലയത്തിൽ മാത്രമായി കൊള്ളണമെന്നില്ല, കിട്ടുന്നിടത്ത് ഏൽപ്പിച്ച് തടി സലാമത്താക്കണം. അങ്ങനെ ഒരു ചിന്ത വരുമ്പോ ആ കുട്ടിയും ഇയാളും തമ്മിലുള്ള കണക്ഷൻ മുറിഞ്ഞു. പിന്നെ ഒരു കാലത്തും ആ കുട്ടി ഏറ്റെടുക്കാൻ തയ്യാറാകൂല. ഇങ്ങനെ കുറെ ആളുകൾ വളർന്നു വന്നാൽ അവർക്ക് കുടുംബം എവിടെ, അവർക്ക് താവഴി എവിടെ? അവരോട് ചോദിക്കുമ്പോ അസിലെവിടെ? ഒന്നുമില്ല. ഇത് വല്ലാത്ത ലോകത്തിന്റെ അവസ്ഥ തന്നെ, ശൂന്യമാകുന്ന തകർക്കുന്നൊരു കാര്യമാണ്. ഈ ഒരു കാര്യം ലോക തകർച്ചയ്ക്ക് കാരണമാകുന്നു എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. താവഴി മുറിഞ്ഞു പോകുന്നു, പരമ്പര മുറിഞ്ഞു പോകുന്നു, ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത രൂപത്തിൽ പറയുന്നു. ഒരു പക്ഷേ ആ പെണ്ണ് പറഞ്ഞു കോടതിയിലോ മറ്റോ, ഇയാളിൽ നിന്നുള്ള കുഞ്ഞാണ് എന്നിലൂടെ ജനിച്ചത് എന്ന് പറഞ്ഞാൽ എങ്ങനെ തെളിയിക്കും? ആ പെണ്ണിനോട് ചോദിക്കുന്നു, നീ ഈ ഒരു പുരുഷനുമായിട്ടാണോ ബന്ധം? അല്ല, ഒരുപാട് പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇയാളുടേതാണ് കുട്ടിയെന്ന് നീ ഉറപ്പിച്ചത്? ആ പെണ്ണ് പറയും, ഇയാളുടെ മുഖച്ഛായയും മറ്റുമാണ് ആ കുട്ടിക്ക് ഒരു പക്ഷേ കാരണം പറഞ്ഞേക്കും. ഏതെങ്കിലും ഒരു കാരണം ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ തീരുമാനം വന്നാലും കുറച്ചു കാലമൊക്കെ കുട്ടിയെ പരിരക്ഷിച്ചാലും കൈവിടാനായിരിക്കും ശ്രമം. പിന്നെ ആ കുട്ടി ബാപ്പയും ഉമ്മയും ഇല്ലാത്ത, ആരുമില്ലാത്തൊരു പൂർണ്ണ അനാഥനായി വളരുന്നു. ആ ഒരവസ്ഥ വന്നാ ലോകത്തിന്റെ അവസ്ഥ എന്താണ്? കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? രണ്ടാമതായി മഹാനവറുകൾ പറയുന്ന കാരണം, ശർഈയായ ഒരു കാരണം ഇല്ലെങ്കിൽ, ഈ ശർഈയായ കാരണം കൊണ്ട് ഈ പെണ്ണിനോട് ഈ പുരുഷന് കൂടുതൽ ബന്ധം, മറ്റുള്ളവരെക്കാൾ ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ പ്രത്യേകമായി ഒരു കാരണവുമില്ലെങ്കിൽ എങ്ങനെയാണ് ഇയാളുടെ പെരടിയിൽ ഇത് വെച്ച് കെട്ടുമ്പോ പിന്നെ ആ പെണ്ണും ആ ആണുമായിട്ട് ഉണ്ടാകുന്നത് പരസ്പരം ഒരു കലഹത്തിന്റെ ബന്ധമാണ്. അവളാണല്ലോ ഈ കുട്ടിയെ എന്നെ പെരടിയിൽ ഏൽപ്പിച്ചത്, അതുകൊണ്ട് അവളെ എങ്ങനെയെങ്കിലും ഒന്ന് ചതിയിൽ പെടുത്തണം, വേറെ ആരുടെയെങ്കിലും പെരടിയിൽ കെട്ടിവെക്കണം, അല്ലെങ്കിൽ അവളെ ഈ ലോകത്ത് നിന്ന് തന്നെ കാലിയാക്കണം എന്ന ഒരു ചിന്ത മനുഷ്യനിൽ വരും, സ്വാഭാവികമായും വരും. വരുന്ന സമയത്ത് പിന്നെ ആ ഒരു ശ്രമമാണ്, ഏറ്റുമുട്ടലാണ് ലോകത്തുണ്ടാകുന്നത്. എത്ര കൊലപാതകങ്ങൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്, എത്ര ചതികൾ ലോകത്തങ്ങനെ നടക്കുന്നുണ്ട്. മൂന്നാമതായി മഹാനവറുകൾ പറയുന്നു, ഒരു പെണ്ണ് അങ്ങനെ ഒരു വേശ്യാവൃത്തിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ, അതിലൊരു പരിശീലനവും അതിലൊരു പതിവുമായ ഒരു പെണ്ണിന് മുന്നോട്ട് പോയാൽ, ആ പെണ്ണിനോട് കൂടെ കഴിയുന്ന ഭർത്താവിന് എത്ര ഭർത്താക്കന്മാര് ഒഴിവാക്കി മാറി വന്നാലും ഈ ഒരു വിവരം കിട്ടുന്നൊരു ഭർത്താവിനും മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു ഇണക്കമോ ഒരു സ്നേഹമോ ലഭിക്കില്ല. ഒരു നീചവൃത്തി മനസ്സിലാക്കിയിട്ട് ഒരു ഭർത്താവ് ഒഴിവാക്കി ഒറ്റക്ക് കഴിയുന്ന ആ പെണ്ണിന്റെ ഭംഗി കണ്ട് വേറൊരാൾ ജീവിതത്തിലേക്ക് വഴികൂട്ടി നല്ല ഉപദേശങ്ങൾ കൊടുത്തു, നീ നല്ല രൂപത്തില്
ഞാനും നീയും തമ്മിൽ ഒരുമിച്ചുള്ള സുഖങ്ങളും സൗകര്യങ്ങളുമായി പോകണം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഇത് പതിവാക്കിയ പെണ്ണിലേക്ക് വീണ്ടും ശൈത്താനെ അളവിടും. ചതിയിൽ പെടാതിരിക്കാൻ അത്രയും പതിവൃത്തതയും പരിശുദ്ധിയും സ്വീകരിക്കണം. പിന്നെയും ഒരാൾ ഈ രൂപത്തിലേക്ക് വന്നാൽ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ തീർപ്പായ യഥാർത്ഥ രൂപത്തിൽ കണ്ടു എന്ന് തന്നെ വെക്കുക, അറിഞ്ഞു എന്ന് തന്നെ വെക്കുക. ഈ ഭർത്താവിന്റെ ഉള്ളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹമോ ഇണക്കമോ ലഭിക്കുകയില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ അധിക പേരും ആ പെണ്ണിനെ വെറുത്തു. അവൾ ഒറ്റപ്പെട്ടവളായി, ആർക്കും വേണ്ടാത്തവളായി, ഒരു മുടക്കാച്ചരക്കായി മാറി. ഉണ്ടാകുന്ന ദുരന്തം ചെറുതല്ല, വളരെ വലുതാണ്. ചിന്തിച്ചു നോക്കുമ്പോൾ ഈ വിഷയത്തോട് അനുകൂലം പുലർത്താൻ പറ്റുന്ന ഒരൊറ്റ കാര്യവുമില്ല. മറ്റൊന്ന് മഹാനവർകൾ പറയുന്നു, എങ്ങാനും സിനയുടെ പാപങ്ങൾ തുറന്നുപോയാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ലൈസൻസുകൾ ആ വിഷയത്തിലും ഉണ്ട്. ലൈസൻസ് ഉള്ള ആളുകൾക്കാണെങ്കിലോ അവർക്ക് ക്രിമിനൽ കുറ്റമോ മറ്റോ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലല്ലേ സഹോദരങ്ങളെ, പുറത്തുള്ള നാടുകളിൽ ഇപ്പൊ ഇവിടെയും ആലോചിച്ചുകൊണ്ടിരിക്കുക പല ഏമാന്മാരും, എന്ത് നിശാക്കബ്ദുകൾക്ക് തുടങ്ങിയാലോ, വരുമാനം നല്ലോണല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ദ്വാരക്കാനല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. വിവിധ രാഷ്ട്രങ്ങളിൽ നിശാക്കബ്ദുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് വരുമാനങ്ങൾ, അതങ്ങനെ ആ ഒരു ഭാവം അങ്ങോട്ട് തുറന്നാൽ, അതാണ് ആ ബാബു എന്ന് പറഞ്ഞ ബാബു സീന, അത് ശരിക്കും ഓപ്പൺ ആയി പോയാൽ പിന്നെ ഒരാണിനും പെണ്ണിനും മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്ത് പറയാനാണ്? അവരെ പറ്റിയിട്ടൊരു മനുഷ്യൻ എന്ന പ്രത്യേകത എന്ത് പറയാനാണ്? അവരും മറ്റു ജീവികളും സമന്മാരായി. കാരണം നമ്മുടെ കൂട്ടത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരു 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 ആൺമൃഗമാണെങ്കിൽ ആ ആൺമൃഗത്തിന് ഇന്ന ഇണയുമായിട്ടേ ബന്ധപ്പെടാവൂ എന്ന നിയമമുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു ആൺമൃഗത്തിന്, ഒരു പോത്തിനൊരു മൂരിക്ക് എനിക്ക് ഒരു ഇണ മാത്രമേ ഉള്ളൂ, ഇതിനോടെ ചേരാൻ പറ്റൂ എന്നുണ്ടോ? ഒരാണാടിന് എനിക്കുള്ള ഇണ അത് മാത്രമാണ്, അതിനോടെ ചേരാൻ പറ്റൂന്നുണ്ടോ? ഇതേ പരുവത്തിൽ മനുഷ്യനായി കഴിയും. പിന്നെ ആ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസം എന്താണ്? മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാ പറയാനുള്ളത്? ഈ സിനയുടെ അധ്യായം അങ്ങ് ഓപ്പണായി കഴിഞ്ഞാൽ വലിയൊരു പരാജയമാണ് ലോകത്ത് സംഭവിക്കുന്നത്. മനുഷ്യർ മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുന്ന ഒരു അവസ്ഥയിലേക്കാ പോകുന്നത്. മറ്റൊരു കാരണം മഹാനവർകൾ പറഞ്ഞു, ഒരു പെണ്ണിനെ ഇണയാക്കി സ്വീകരിക്കുന്നത് കൊണ്ട് വികാര നിർവഹണം മാത്രമല്ല ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ലൈസൽ മഖ്സൂദു മിനൽ മർആ, ഭാര്യയെ കൊണ്ടുള്ള ലക്ഷ്യം മുജറദ ഖളാഇ ശഹ്വ, വികാര നിർവഹണം മാത്രമല്ല, ബൽ അൻ തസീറ ശരീകത്തൻ ലിർറജുലി ഫീ തർതീബിൽ മൻസിലി വഇദാദി മുഹിമ്മാതിഹി മിനൽ മത്ഊമി വൽ മശ്റൂബി വൽ മൽബൂസ്. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും രണ്ടുപേരും തമ്മിൽ ഇണക്കത്തോടെ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നതിൽ ഒരു പ്ലാൻ നിർമ്മിക്കലാണ്, ഒരു പദ്ധതി ആവിഷ്കരിക്കലാണ്. ആ രൂപത്തിൽ ഒരു സെറ്റപ്പായ ജീവിതം നയിക്കാനാണ് നല്ലൊരു ഇണ. അത് ഭക്ഷ്യവസ്തുക്കളിലും വസ്ത്രധാരണത്തിലും അതുപോലെ തന്നെ പാനീയങ്ങളിലും കിടപ്പറകളിലും സുഖങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാ വിഷയങ്ങളിലും രണ്ടുപേർക്കും ഇടയിൽ ഒരു കൂടിക്കാഴ്ചയുണ്ട്. വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യലുണ്ട്. ആ വീടിന്റെ കാവൽക്കാരിയാണ് പെണ്ണ്, ആ വീടിന്റെ പരിരക്ഷകയാണ് പെണ്ണ്. എല്ലാ നിയന്ത്രണങ്ങളും ഒരു പെണ്ണിന്റെ ഉമ്മാന്റെ വക്കലാണ്. മക്കളെ നിയന്ത്രിക്കുന്നത്, കുടുംബനാഥനെ നേരെ ചൊവ്വേ കൊണ്ടുപോകുന്നത്, ഓരോ സമയങ്ങളിലും ഉണർത്തുന്നത്, കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നത്. ഇന്ന് ഇന്ന വിഷയം ചെയ്യാനുണ്ട്, നാളെ ഇങ്ങനെ ചെയ്യാനുണ്ട്, അടുത്ത ആഴ്ച നമ്മുടെ കുട്ടിക്ക് ഇങ്ങനൊരു വിഷയം വരാനുണ്ട്. ഇതൊക്കെ കൃത്യമായി ഓർമ്മപ്പെടുത്തി നല്ലൊരു പരിപാലകയായി മുന്നോട്ട് പോകുന്നു. ഇത് ഒരാണിന് മാത്രം സാധിക്കാത്ത കാര്യമാണ്. വഹാദിഹിൽ മുഹിമ്മാതു ലാ തതിമ്മു ഇല്ലാ ഇദാ കാനത് മഖ്സൂറത്തുൽ ഹിമ്മത്തി അലാ ഹാദർ റജുലിൽ വാഹിദ്. ഒറ്റ മനുഷ്യന്, ആണിന് മാത്രം സാധിക്കാത്ത വിഷയങ്ങളാണ്. ഇതിനും കൂടിയാണ് പെണ്ണിനെ പങ്കു ചേർത്തിരിക്കുന്നത്. അതേ, ഈ ഒരു വിഷയം സുഗമമായി നടക്കണമെങ്കിൽ, സുന്ദരമായതിന്റെ ചെലവും സംവിധാനങ്ങളും നടക്കണമെങ്കിൽ ലാ യഹ്സുലു ഇല്ലാ ബി തഹരീമിസ് സിനാ വസദ്ദി ഹാദൽ ബാബി ബിൽ കുല്ലിയ്യാ.
ഈ അധ്യായം പൂർണ്ണമായും കൊട്ടിയടക്കപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു വാസനയോ ഇങ്ങനെ ഒരു സ്വഭാവമോ ഉള്ളൊരു പെണ്ണിനെ സംരക്ഷിക്കാൻ ഒരു പുരുഷനും തയ്യാറാകൂല. അയാൾ എത്ര മാന്യതയുള്ള, എത്ര സമ്പത്തുള്ള, എത്ര ക്ഷമയുള്ള ആളാണെങ്കിലും മനസ്സിന് വല്ലാത്തൊരു വിഷമമുണ്ട്, വെറുപ്പുണ്ട്. 10-40 കൊല്ലക്കാലം വിദേശത്ത് അധ്വാനിച്ച് 5 മക്കളുമായി കഴിയുന്നൊരു സഹോദരി, ആ ചെറുപ്പക്കാരൻ 40 കൊല്ലത്തോളം അധ്വാനിച്ച് ആ ചെറുപ്പക്കാരിയുടെ കുടുംബത്തിലെ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുത്ത് അതേ ഓലമേഞ്ഞ കൂരയിൽ താമസിക്കുന്ന കുടുംബത്തിന് നല്ല അന്തസ്സുള്ളൊരു വീടുണ്ടാക്കി കൊടുത്ത് ആ സഹോദരിയുടെ ആങ്ങളമാരെ അഥവാ അളിയന്മാരെ ഗൾഫിലേക്ക് കൊണ്ടുപോയി നല്ല ജോലിയിൽ ഏൽപ്പിച്ച് നല്ല ഒരു സംരക്ഷണമായി മാറിയിട്ട് 40 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് 1 കൊല്ലം 2 കൊല്ലം കൂടുമ്പോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനടുക്കനെ 2 തവണ നാട്ടിൽ വരും, കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, ചെലവിന് കൊടുക്കും, ഒക്കെ ചെയ്യും. പക്ഷേ നിർത്തി വന്നൊരു 40 കൊല്ലത്തെ ജീവിതം അവസാനിച്ച് നാട്ടിൽ വന്നപ്പോ കേൾക്കാൻ കഴിഞ്ഞ ദുഃഖകരമായ സാഹചര്യം കൊണ്ട് ഇന്നും വിഷമം വിട്ടുമാറാത്ത സഹോദരങ്ങളുണ്ട്. കണ്ണിൽ നേർക്ക് നേരെ കണ്ടപ്പോൾ ത്വലാഖിന്റെ വാചകം ഉപയോഗിക്കാതെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി താമസമാക്കിയിട്ട് ഇനി സുരക്ഷിതയായി സ്വന്തം ബാപ്പാന്റെ ഉമ്മാന്റെ അടുക്കല് അന്യപുരുഷന്മാർക്ക് കതക് തുറന്നു കൊടുക്കാതെ നീ ഒന്നിവിടെ താമസിക്കൂ പെണ്ണേ, ചെലവ് മാസം മാസം ഞാൻ തരാം, മക്കളെ മുഴുവനും നോക്കിക്കൊള്ളാം. 6 മാസം 1 കൊല്ലം കൂടി വരുന്ന ഭർത്താവ് നല്ല ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്, വികാരങ്ങൾ ശമിപ്പിക്കാറുണ്ട്. അല്ലാതെ 5 മക്കൾ ഉണ്ടാകൂലല്ലോ. ഈ 5 മക്കളെയും ഒരു പരുവത്തിലാക്കി നല്ല രൂപത്തിൽ പഠിപ്പിച്ച് വളർത്തി അവനവന്റെ ജീവിതത്തിന് സ്ഥായിയായ അവസ്ഥയിലേക്ക് എത്തിക്കാനാണ് 40 കൊല്ലത്തെ കഠിനാധ്വാനം നിർവഹിച്ചത്. എന്നിട്ടും തിരിച്ചു വരുമ്പോ ഈ പെണ്ണിന് എത്ര വയസ്സുണ്ടാകും? ഒന്ന് കൂട്ടി നോക്കൂ. 60 വയസ്സ് കഴിഞ്ഞിട്ടും ഈ ഒരു രുചിയും സ്വഭാവവും മാറാതിരിക്കുമ്പോ ആ മനുഷ്യന്റെ മനസ്സിന്റെ മുറിവ് തീരുമോ? വിഷമം തീരുമോ? ഈ കാര്യങ്ങൾ സുന്ദരമായി നടന്നു പോകാൻ കഴിയുമോ? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ജീവിതത്തിന്റെ എല്ലാ നല്ല അവസ്ഥകളും രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ സംശയത്തിന് അതീതമായ ജീവിതം വേണം. അതേ മറ്റുള്ളവരോട് കൊഞ്ചിയും കുഴഞ്ഞും അവരെ കിട്ടേണ്ട സന്ദർഭത്തെ അവരെയും സ്വീകരിക്കുമ്പോ എങ്ങനെ ആ സഹോദരങ്ങളെ ചെലവ് കൊടുക്കാനും നല്ല നിലക്ക് വളർത്താനും മനസ്സ് വരിക? നന്ദി കേടല്ലേ ആ ചെയ്യുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ വിഷയത്തിൽ ചെറിയ താക്കീതല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വന്തം കുടുംബത്തിലെ ആളുകളെ, സ്വന്തം തറവാട്ടിലെ ആളുകളെ വ്യഭിചരിക്കുന്നതിനേക്കാൾ കടുത്ത ശിക്ഷയുണ്ട് അയൽവാസിയുടെ പെണ്ണിനെ വ്യഭിചരിക്കുന്നതിനെ എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആ വെക്കുന്ന കത്തി ചെറിയൊരു കത്തിയല്ല. ഭർത്താവ് വീട്ടിലില്ലാത്ത ഭാര്യയുടെ സമീപത്ത് പോയി ഒന്നിരുന്ന് കൊഞ്ചിക്കുഴയുന്നതിന്, സംസാരിക്കുന്നതിന്, മുസാഫഹത്ത് ചെയ്യുന്നതിന്, ടച്ച് ചെയ്യുന്നവന് സ്വർഗം കാണാൻ പ്രയാസമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം സംരക്ഷണം കൊടുക്കേണ്ട റോളിലുള്ള ആളാണ് അയൽവാസി. ആ അയൽവാസിയിൽ നിന്ന് വരുന്ന വലിയൊരു വഞ്ചനയാണ്. അയൽവാസിനിയോട് ചെയ്യുന്ന ഈ ക്രൂരത ഒരിക്കലും അരുതാത്ത വിഷയമാണ്, സമ്മതിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. 6-മതായി ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ മനുഷ്യ പെരുമാറ്റത്തിൽ അള്ളാഹു നൽകിയ വികാര സുഖം എന്ന് പറയുന്നത്, നമ്മളതിന് അറബിയിൽ വത്തു എന്ന് പറയുമല്ലോ, ആ വികാര സുഖം സത്യത്തിൽ അത് വല്ലാത്ത ഒരു മാന്യത കുറഞ്ഞൊരു വിഷയമാണ്. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, ഏതൊരു വിഷയത്തിലും അസഭ്യ വാക്കുകൾ പറയുമ്പോ അത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞാൽ അത് മനുഷ്യന് ദഹിക്കൂല. ആർക്കാ ദഹിക്ക? ആർക്കും ദഹിക്കൂല. അത്തരത്തിലൊരു വാക്കാ പറയുന്നത്. പറയാൻ പാടില്ലാത്ത സ്വകാര്യതയിലുള്ള എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ട് ആ തെറി പറയുന്നതെങ്കിൽ അത് സഹിക്കാൻ കഴിയില്ല. അത് ആ ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു മാനക്കേടുള്ളത് കൊണ്ടാണ്. മാന്യന്മാരായ ആളുകളൊക്കെ ഇത്തരവും വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ അതിനുള്ള ഒഴിവും മറയും കാര്യങ്ങളൊക്കെ സ്വീകരിച്ചല്ലേ ബന്ധപ്പെടുക. അതേ, ഈ മറ മുഴുവനും നീക്കുകയാണ്, ഈ മറ മുഴുവനും തകർക്കുകയാണ് വേശ്യാവൃത്തിയിലൂടെ. ഇങ്ങനെയുള്ള ഈ ഒരു സംഗതിയെപ്പറ്റി
ചെറിയ ഒരു ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും അനുകൂലം നിൽക്കാൻ ഒരു മനുഷ്യന് സാധിക്കില്ല. ഒരൊറ്റ മനുഷ്യനും അനുകൂലം നിൽക്കുകയില്ല. ഇതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇന്നഹു കാന ഫാഹിഷാ, അത് വളരെ നീചമാണ്, ദുഷ്ടമാണ്, മോശമാണ്, വമഖ്തൻ, വല്ലാതെ വെറുപ്പുളവാകുന്ന സംഗതിയാണ് എന്നെന്നും ആ ഒരു സഹോദരിയെ പറ്റി വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വെറുപ്പ് മാത്രമേ മനസ്സിലുണ്ടാവുകയുള്ളൂ. ആ വെറുപ്പിന്റെ കറ നീക്കാൻ വല്ലാത്ത പ്രയാസമാണ്. വസാഅ സബീലാ, ആ റൂട്ട് വളരെ മോശമാണ്. കാരണം അത് മൃഗതുല്യമായ ഒരു റൂട്ടാണ്. മൃഗത്തിനോടല്ലല്ലോ മനുഷ്യൻ തുല്യപ്പെടേണ്ടത്, മനുഷ്യൻ മനുഷ്യനോടാണ് തുല്യമാകേണ്ടത്. അതുകൊണ്ട് ഇത്തരം സംഗതികളിലേക്ക് പോകാതെ, ഈ ഒരു വഷളത്തരം ഏറ്റെടുക്കാതെ നന്നായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ ഉപദേശിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ഈ വിഷയത്തിൽ വല്ലാതെ താല്പര്യം വെച്ച് മുന്നോട്ട് നീങ്ങുന്ന ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ഉപദേശിച്ച് വിഷയത്തിന്റെ ഗൗരവം പഠിപ്പിച്ച് മനസ്സിലാക്കി, അത് റൂട്ട് മോശമാണെന്ന് മനസ്സിലാക്കി പൂർണ്ണമായും അവരെ മനസ്സിൽ നിന്ന് ആ ഒരു ചിന്ത തന്നെ പിഴുതെറിഞ്ഞു കളഞ്ഞു. ഇഷ്ടം പോലെ സംഭവങ്ങൾ ആ വിഷയത്തിൽ കാണാം. ഹദീസിൽ വന്നത് ഹാഫിദ് ഇബ്നു കസീർ അടക്കം ഒരുപാട് ഖുർആൻ മുഫസ്സിറുകൾ ഈ ആയത്ത് വിശദീകരിച്ച് പഠിപ്പിച്ചത് കാണും. നിങ്ങൾ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സദസ്സിൽ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇദൻ ലീ ബിസ്സിനാ, വേശ്യാവൃത്തിക്ക് സമ്മതം തരണോന്ന്. എങ്ങനെയുണ്ട് ചോദ്യം? ഉംറക്ക് പോകാൻ, ഹജ്ജിന് പോകാനൊക്കെ സമ്മതം ചോദിക്കാറുണ്ട്. കച്ചവടത്തിന് പോകാനും സഹാബത്തൊന്ന് സമ്മതം ചോദിക്കാറുണ്ട്. പല വിഷയങ്ങൾക്കും സമ്മതം ചോദിക്കാറുണ്ട്. ഇതെന്ത് സമ്മത? ഇദൻ ലീ ബിസ്സിനാ. സദസ്സിൽ നിന്ന് സ്വഹാബത്ത് പലരും എഴുന്നേറ്റു. ഇയാളെ പിടിച്ചിരുത്താൻ തുടങ്ങി. ചിലർ ഉന്താൻ തുടങ്ങി. പലരും പല രൂപത്തിൽ തങ്ങൾ എല്ലാവരെയും ഇരുത്തി, എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിച്ചു. അടുത്തേക്ക് വാന്ന് പറഞ്ഞു. അടുത്തേക്ക് വിളിച്ച് ഇരുത്തിയിട്ട് തങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ഇത് റൂട്ട് മോശമാണ് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അതങ്ങ് വിശദമാക്കി കൊടുക്കാണ്. വസാഅ സബീലാ, ഈ പോകുന്ന വഴി വളരെ ദുരിതമാണ്, മോശമാണ്. അതെങ്ങനെ മനസ്സിലാക്കി കൊടുക്കും? തങ്ങൾ ചോദിക്കുന്നു ആ ചെറുപ്പക്കാരനോട്, അഫതുഹിബ്ബുഹു ലി ഉമ്മിക, നിന്റെ ഉമ്മാനെ ചോദിച്ച് മറ്റൊരാൾ പുറത്തുനിന്ന് വന്നാ നീ കൊടുക്കുമോ? ഉമ്മാനെ ചോദിച്ചൊരാൾ വരികയാണ് ഇതേ വിഷയത്തിന്, നീ ഉമ്മാനെ വിട്ടുകൊടുക്കോ? ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞു, ലാ വല്ലാ ജാലനില്ലാഹു ഫിദാക, ഉമ്മാനെ കൊടുക്കൂല. അല്ലാഹുവിനെ സത്യം ചെയ്ത് വരട്ടെ, ഉമ്മാനെ കൊടുക്കൂല. അപ്പൊ തങ്ങൾ പറഞ്ഞു, വലന്നാസു യുഹിബ്ബൂനഹു ലി ഉമ്മഹാതിഹിം, മറ്റു ജനങ്ങളും ഇങ്ങനെ തന്നെയല്ലേ, അവരെ മാതാക്കൾക്ക് ഈ വിഷയം അവർ തൃപ്തിപ്പെടൂലല്ലോ, ഇഷ്ടപ്പെടൂലല്ലോ. അഫതുഹിബ്ബുഹു ലി ബിൻതിക, നിങ്ങളെ മകളെ ചോദിച്ചു വന്നാ നിങ്ങൾ ഇഷ്ടപ്പെടുമോ, താല്പര്യപ്പെടുമോ, വിട്ടുകൊടുക്കുമോ? ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, മകളെ കൊടുക്കൂല, മകൾക്ക് ആ വിഷയം ഇഷ്ടപ്പെടൂല. വലന്നാസു യുഹിബ്ബൂനഹു ലി ബനാതിഹിം, മറ്റു മനുഷ്യന്മാരും അവരെ പെൺമക്കൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെടുന്നില്ലല്ലോ. പിന്നെയും ചോദിച്ചു, അഫതുഹിബ്ബുഹു ലി ഉഖ്തിക, നിങ്ങളെ പെങ്ങളെ ചോദിച്ചാ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കൊടുക്കുമോ? കൊടുക്കൂല. ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, ജനങ്ങളും ഇങ്ങനെ തന്നെ, അവരെ പെങ്ങന്മാർക്കും അവരിത് ഇഷ്ടപ്പെടൂലല്ലോ. അഫതുഹിബ്ബുഹു ലി അമ്മതിക, നിങ്ങളുടെ അമ്മായിയെ ചോദിച്ചു വന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ബാപ്പയുടെ സഹോദരിക്ക് നിങ്ങളിത് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടൂല. ജനങ്ങളും അങ്ങനെ തന്നെ ഇഷ്ടപ്പെടൂല. അഫതുഹിബ്ബുഹു ലി ഖാലതിക, നിങ്ങളെ മാതൃ സഹോദരിക്ക്, ഇളാമ മുത്തമ്മമാർക്ക് നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടൂല. അതേ, ഈ രൂപത്തിലുള്ള ആളുകളെയല്ലേ ചുറ്റുവട്ടത്തിലുള്ളത്. ഒന്നുകിൽ നിങ്ങൾ പോയി അന്വേഷിക്കുന്നത് മറ്റൊരാളുടെ മകളാണ്, അല്ലെങ്കിൽ ഉമ്മയാണ്, അല്ലെങ്കിൽ ഭാര്യയാണ്, അല്ലെങ്കിൽ പെങ്ങളാണ്, അല്ലെങ്കിൽ അമ്മായിയാണ്, അല്ലെങ്കിൽ മാതൃ സഹോദരിയാണ്. അവർക്കൊന്നും ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾക്ക് അവർ ഇഷ്ടപ്പെട്ടു തരണമെന്ന് പറഞ്ഞാൽ അത് റൂട്ട് ശരിയാണോ? നീതിയുക്തമാണോ?
ആ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് ഇതുകൊണ്ട് ഉണ്ടായിത്തീരുന്നൊരു ദുർഗതി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തപ്പോ, എല്ലാറ്റിനും ഇല്ലെന്ന് സമ്മതം പറഞ്ഞപ്പോ തങ്ങളൊന്ന് നെഞ്ചത്ത് കൈവച്ചു, ആ ചെറുപ്പക്കാരന്റെ നെഞ്ചത്ത് കൈവച്ചു. എന്നിട്ട് ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹു വതഹിർ ഖൽബഹു വഹസ്സിൻ ഫർജഹു. അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരന്റെ മനസ്സ് നീ ശുദ്ധമാക്കി കൊടുക്കണം, അതിന്റെ പതിവൃത്തതയും പരിശുദ്ധിയും നിലനിർത്തി കൊടുക്കണം, സ്വകാര്യതക്ക് നല്ല സുരക്ഷിതത്വം കൊടുക്കണം. അങ്ങനെ ദുആ ചെയ്തു കൊടുത്തു, പാപങ്ങൾ പുറത്തു കൊടുക്കണം. സ്വഹാബത്ത് പറയുന്നു, ഫലം യകുൻ ബഅദ ദാലികൽ ഫതാ യൽതഫിതു ഇലാ ഷൈഇൻ, പിന്നെ ഇത്യാദി ഒരു വിഷയത്തിലേക്കും ഒരിക്കൽ പോലും തിരിയാറില്ല, ഒരു പെണ്ണിനെയും നോക്കാറില്ല, ആഗ്രഹിക്കാറില്ല. നല്ല സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ആഖിറത്തിലെത്തുമ്പോ കോടാനക്കോടി ജനങ്ങൾക്കിടയിൽ വഷളാകുന്ന ഒരു വിഷയവും ഇത് തന്നെയാണ്. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ. ഇമാം ഇബ്നു അബീ ശൈബ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നസ്സുനാത യഅതൂന യൗമൽ ഖിയാമ, വേശ്യാവൃത്തി ചെയ്ത ആണും പെണ്ണും ഖിയാമത്ത് നാളിൽ വരും. തശഅലു വജൂഹുഹും നാറാ, അവരെ മുഖം തീയിനാൽ ഇങ്ങനെ പ്രകാശിക്കും. നരകത്തിന്റെ തീയല്ലേ, അതുകൊണ്ട് കത്തിജ്വലിക്കും. യുറഫൂന ബൈനൽ ഖലായിഖി, സൃഷ്ടികൾക്കിടയിൽ അവരെ വേർതിരിച്ച് മനസ്സിലാക്കപ്പെടും. ബിനതിനി ഫുറൂജിഹിം, അവരുടെ ഗുഹ്യസ്ഥാനങ്ങളിലെ ദുർഗന്ധം കൊണ്ട് ആളുകൾ മൂക്കുപൊത്തിപ്പോകുന്നു. നരകത്തിലെത്തിയ ശേഷമല്ല, മഹ്ശറിലാണ് സഹോദരങ്ങളെ. വല്ലാതെ ചീഞ്ഞു നാറുന്ന, ചത്തു നാറുന്ന ദുർഗന്ധമാണ്. ആളുകൾ മുഴുവനും മൂക്കുപൊത്തി പോവുകയാണ്. യുസ്ഹബൂന അലാ വുജൂഹിഹിം ഇലന്നാർ, മുഖത്തിന്റെ മേല് വലിച്ചുകൊണ്ട് നരകത്തിലേക്ക് അവരെ വലിച്ചെറിയിടുകയാണ്. നരകത്തിനങ്ങ് പ്രവേശിച്ചാലോ യൽബസുഹും മാലികുൻ ദുറൂഅൻ മിന്നാർ, നരകം കാക്കുന്ന മാലിക് അലൈഹിസ്സലാം, അതേ തീയിനാൽ നിർമ്മിതമായ പ്രത്യേകം അല്ലാഹു നിർമ്മിച്ച അങ്കികളുണ്ട്, വസ്ത്രങ്ങളുണ്ട്, ഇവർക്ക് ധരിക്കാൻ കൊടുക്കുന്നു. അതിന്റെ ചൂടെത്രയാണ്. ലൗ വലഅസാനി അലാ ജബലിൻ, ലൗ വലഅസാനി അലാ ജബലിൻ ശാമിഖിൻ ആലിൻ സാഅതൻ ലസ്വാറ റുമാദാ. ഒരു വേശ്യാവൃത്തി നടത്തിയ ആളെ നല്ല ഉയരമുള്ള ഒരു എവറസ്റ്റ് കൊടുമുടി കൂട്ടിക്കോളൂ, അതിന്റെ മേലെ അങ്ങ് കൊണ്ടുപോയി വെച്ചാൽ ഒരൊറ്റ സമയം കൊണ്ട് അതങ്ങ് വെണ്ണീറായി മാറുന്നു. അത്രയും ചൂടുള്ള വസ്ത്രമാണ് ധരിക്കാൻ കൊടുക്കുന്നത്. എന്നിട്ട് മാലിക് അലൈഹിസ്സലാം പറയും, യാ മാശറ സബാനിയ, ഓ സബാനിയാക്കളെ, ഉക്വു ഉയൂനസ്സുനാതി ബിമസാമീറ മിന്നാർ, ആ വേശ്യാവൃത്തി ചെയ്ത ആണിന്റെയും പെണ്ണിന്റെയും കണ്ണുകൾക്ക് നരകത്തിന്റെ ആണികളെ കൊണ്ടൊന്ന് മേടിവെക്കൂ. എന്തിനാന്നറിയോ? ദുനിയാവിലേക്ക് ഹറാമിലേക്ക് നോക്കിയ കണ്ണല്ലേ, ആ കണ്ണുകൾക്ക് നരകത്തിന്റെ ആണി, തീയിന്റെ ആണി, നമ്മളെ സാധാ നാട്ടിലെ ആണിയല്ല, തീയിന്റെ ആണി കൊണ്ട് കണ്ണിൽ മേടിവെക്കാൻ പറയുകയാണ്. കണ്ണിൽ മുഴുവനും അങ്ങ് മേടിവെക്കുന്നു. വഗുല്ലു ഐദിയഹും ബിഅഗ്ലാല മിന്നാർ, നരകത്തിനാലുള്ള തീയിനാലുള്ള കുടുക്ക് ചെങ്ങലകളെ കൊണ്ട് അവരെ കുടുക്കി വലിക്കുന്നു. കമം തദ്ദതീലൽ ഹറാം, ഹറാമിലേക്ക് അത് നീണ്ടതുപോലെ. എത്ര തരം ഹറാമിലേക്കാ നീണ്ടത്? നാട്ടിൽ നിന്ന് എത്ര ദൂരം സഞ്ചരിച്ച ഹറാമിലേക്ക് എത്തിയത്? എത്ര പദ്ധതികളാ അതിനാവിഷ്കരിച്ചത്? അതിനനുസരിച്ച് നീളമുള്ള ചെങ്ങല, അതിനനുസരിച്ച് കട്ടിയും കനവുമുള്ള ചെങ്ങല. എന്നിട്ട് പറയുന്നു, വഖയ്യിദു അർജുലഹും, അവരെ കാലുകൾക്ക് ചെങ്ങലയിൽ ബന്ധിക്കൂ. ബിഖുയൂദിൻ മിന്നാർ, തീയിനാലുള്ള ചെങ്ങലകളെ കൊണ്ട് ചെങ്ങലക്കിടൂ. കമാ മശത്ത് ഇലൽ ഹറാം, ഹറാമിലേക്ക് നടന്നതിന് കാലിനുമുണ്ട്, കയ്യും അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്, കണ്ണ് നോക്കിയിട്ടുണ്ട്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ തന്നെ.
അവര് വിളിച്ചു പറയുന്നു, വേശ്യാവൃത്തി ചെയ്തവര്, യാ മാശറ സബാനിയ ഇർഹമൂനാ, ഞങ്ങളോടൊന്ന് കാരുണ്യം കാണിക്കണേ, വഖഫിഫൂ അന്നൽ അദാബ സഅ, കുറച്ചെങ്കിലും സമയം ശിക്ഷയൊന്ന് ലഘുവാക്കി തരണേ. അപ്പൊ സബാനിയത്ത് മലക്കുകൾ അവരോട് പറയും, കൈഫ നർഹകും വനർഹമുകും വറബ്ബുൽ ആലമീന ഗൾബാനു അലൈക്കും, നിങ്ങളോട് എന്ത് കാരുണ്യം കാണിക്കാനാണ്, എന്ത് സ്നേഹം കാണിക്കാനാണ്, റബ്ബ് തആല നിങ്ങളോട് കോപത്തിലാണ്, നിങ്ങളോട് അതൃപ്തിയിലാണ്, പിന്നെ നിങ്ങളോട് എങ്ങനെ കാരുണ്യം കാണിക്കാനാണ്? ദുനിയാവെന്നങ്ങ് പിരിഞ്ഞുപോയി ഖബറിലെത്തുമ്പോഴും സാഹസികമായ അവസ്ഥയുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. കണ്ണിനെ നന്നായി നിയന്ത്രിക്കണം, നോട്ടത്തെയും നന്നായി ശ്രദ്ധിക്കണം. ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരങ്ങളെ, കമന്റ് അടിക്കുന്ന കാലമാണ്, മെസ്സേജുകളുടെ കാലമാണ്, മൊബൈലിലൂടെ നേർക്ക് നേരെ നോക്കി സംസാരിക്കുന്ന കാലമാണ്. വീട്ടിലേക്ക് പോകണ്ട, അവനവന്റെ കയ്യിലുള്ള ഉപകരണം കൊണ്ട് തന്നെ എത്ര ദൂരമുള്ള ആളെയും ലൈവിൽ വന്ന് കാണുന്ന സന്ദർഭമാണ്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. മുൻഗാമികളെ പോലെയല്ല. മുൻഗാമികളിൽ ഇത്തരത്തിൽ ഒരു തെറ്റിന് ഏതെങ്കിലും ഒരു കാരണമാകണമെങ്കിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്യണം, ഒരുപാട് മറകൾ സ്വീകരിക്കണം, ഒരുപാട് ഒളിയും മറയും ഒക്കെ സ്വീകരിച്ചു ഒപ്പിക്കണം. ഇന്നങ്ങനെയല്ല, ഇന്നെല്ലാറ്റിനും വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ നമ്മെ നിയന്ത്രിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം. മമ്മല ഐനൈഹി മിൻ ഹറാമിൻ, ഹറാമിനാൽ ഒരാൾ രണ്ട് കണ്ണുകളെ നിറച്ചാൽ, മല ഐനഹു മിൻ ജംദി ജഹന്നം, നരകത്തിന്റെ തീക്കനകളുകളെ കൊണ്ട് അല്ലാഹു അവന്റെ കണ്ണിനെ നിറക്കും. വമൻ സനാ ബിംറാത്തിൻ ഹറാം അഖാമഹുല്ലാഹു മിൻ ഖബരിഹി അത്ശാനം ബാക്കിയൻ ഹസീനൻ മുസവ്വദാ വജൂഹു മുസ്ലിമാ. വിവാഹബന്ധം നിഷിദ്ധമായ ഒരു പെണ്ണിനെയാണോ ഒരാൾ വേശ്യാവൃത്തി നടത്തിയത്, സംഗതി അങ്ങ് മൂത്തുപോയാൽ പിന്നെ എല്ലാവരും കണക്കല്ലേ. പെങ്ങളും കണക്കാണ്, അമ്മായിയും കണക്കാണ്, വല്യമ്മയും കണക്കല്ലേ. വിവാഹബന്ധം നിഷിദ്ധമായ ഒരു പെണ്ണിനെയാണോ സിന നടത്തിയത്, അല്ലാഹു തആല അവനെ ഖബറിൽ കൊടുക്കുന്നത് അത്ശാന, തീരാത്ത ഒരു ദാഹമാണ്. ബാക്കിയൻ ഹസീന, ഖബറിൽ നിന്ന് അവൻ എഴുന്നേൽക്കുമ്പോ കരച്ചിലാണ്, ദുഃഖമാണ്. അവന്റെ മുഖം കരിവാളിച്ചിട്ടുണ്ട്. ഫീ ഉനുഖിഹി സിൽസിലത്തും മിൻ നാർ, അവന്റെ കഴുത്തിൽ പരടിയിൽ ഒരു തീയിനാലുള്ള ചെങ്ങലയുണ്ട്. വസറാബീലു അലാ ജസദിഹി മിൻ ഖത്റാൻ, അവന്റെ ബോഡിയിൽ നല്ല ടാറുപോലെ ഉരുക്കി വീഴുന്ന വസ്ത്രങ്ങളുണ്ട്. അല്ലാഹു അവനോട് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല, മുഅ്മിനീങ്ങളോട് സംസാരിക്കും പോലെ സംവദിക്കൂല. അന്നേരായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഈ തിരക്കിനിടയിലും നല്ല ഒരു വഅദ്, ഒരുപാട് പഠിക്കാനും പകർത്താനും പറ്റിയ വഅദ്, ഒരമുക്കാൽ മണിക്കൂർ നേരം ഈ സമയത്തൊക്കെ അങ്ങനെ ഉസ്താദിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ അൽഖമറിൻ്റെ ഒരു സന്തോഷം കൂടിയാണ്. അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ ചെറിയ പി ഉസ്താദ് നല്ല അർത്ഥഗർഭമായ വിഷയങ്ങൾ നമ്മെ അവതരിപ്പിച്ച് നേരത്തെ സംവദിച്ചു. ഉസ്താദ് അവർക്കും അല്ലാഹു ആയുരാരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ല ആഫിയത്തുള്ള ദീർഘായുസ്, അവരെ തണൽ ഒരുപാട് കാലം നമുക്ക് ആസ്വദിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അവരുടെ ദർശിലും എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല നല്ല ഇമ്മത്തും ഇജ്ജത്തും ഉത്തരവാദിത്തവും ഉയർത്തുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സാധാരണ നിർത്തുന്നതിനേക്കാൾ കുറച്ചുകൂടി സമയം വൈകിയിട്ടുണ്ട്. തങ്ങളുപ്പാപ്പ 2-3 പരിപാടികൾ കഴിഞ്ഞാൽ നമ്മുടെ മജ്‌ലിസിലെത്തുന്നത്, നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ദിവസങ്ങളിൽ പറയും എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു.